സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമ്മത്ത് എഴുതിയ നോവൽ ഭിക്ഷ, അധ്യായം 38. വലിയേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ 3 പേരുടെയും തീരുമാനമനുസരിച്ച് കുടുംബസ്വത്ത് 3ആയി വീതിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വത്തിൽ നിന്നുള്ള ആദായം കണക്കിലെടുത്ത് തുല്യമായി വീതിക്കാൻ പോകുന്നു. തുടർന്ന് വക്കീലിന്റെ അഭിപ്രായമനുസരിച്ച് ആകെയുള്ള സ്വത്തിന്റെ കണക്കുകൾ എടുത്തു തുടങ്ങി. കമലയ്ക്ക് അതിൽ താല്പര്യം തോന്നാത്തതിനാൽ അവൾ കുഞ്ഞിനെയും കൊണ്ട് പടിഞ്ഞാറേ മുറ്റത്ത് ഇറങ്ങി. ചാവടി വരാന്തയിൽ ചെറിയമ്മ ഇരിക്കുന്നത് കാണാം. അങ്ങോട്ട് ചെന്നു. കമല കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ചെറിയമ്മ എഴുന്നേറ്റു. അവർ സന്തോഷത്തോടെ അടുത്തു വന്ന് കുഞ്ഞിനെ എടുക്കവേ പറഞ്ഞു, ഈ പൊന്നുംകുടത്തിനെ ഞാൻ അടുത്ത് കാണട്ടെ. എനിക്ക് കൊതിയാണ് കുഞ്ഞുങ്ങളെ എടുക്കാൻ. ജയ ഒരിക്കൽ പോലും ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ടില്ലല്ലോ. അവർ കുഞ്ഞിനെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്തു. കുഞ്ഞെന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിച്ച് അവരെ നോക്കി ചിരിച്ചു. ചെറിയമ്മ പറഞ്ഞു, ഇതുപോലൊരു കുഞ്ഞ് നിനക്കും ഉണ്ടാവണം കമലേ. അവൾ ചിരിച്ചു. മനസ്സെന്തുകൊണ്ടോ വേദനിക്കുന്നുണ്ടായിരുന്നു. ചെറിയമ്മ ഒരു കുസൃതി ചോദ്യം ചോദിക്കുന്ന ഭാവത്തിൽ ചുണ്ടുകൾ കൂട്ടി ചോദിച്ചു, ഇപ്പോഴെങ്ങും വേണ്ടെന്ന തീരുമാനത്തിലാണോ നീയും സദാനന്ദനും? ഏയ്, അങ്ങനെയൊന്നുമില്ല ചെറിയമ്മേ. എങ്കിൽ ഇനി ഉണ്ടായില്ലെങ്കിൽ നീ ആരെയെങ്കിലും ഒന്ന് കാണിക്കുന്നതാ നല്ലത്. ഞാനും അത് തീരുമാനിച്ചിരിക്കുകയാണ്. കുഞ്ഞിനെ ലാളിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു, സീമന്തനിക്ക് ഛർദിയും മറ്റും ഉണ്ടോ ആവോ? സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ എന്തോ? പാവം, അവൾക്ക് കഷ്ടപ്പാടൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കമല പറഞ്ഞു, നല്ല മനുഷ്യർ ആരെങ്കിലുമൊക്കെ എല്ലായിടത്തും കാണും ചെറിയമ്മേ. അവർ സഹായിക്കാതിരിക്കില്ല. ചെറിയമ്മ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, എന്താ ഇന്ന് അവിടെ വിശേഷം കമലേ? എല്ലാവരും നേരത്തെ എത്തിയല്ലോ. കൊച്ചച്ഛന്മാരും വന്നിട്ടുണ്ട് അല്ലേ? ചെറിയമ്മ അറിഞ്ഞില്ലല്ലോ സംഗതി. അവിടെ സ്വത്ത് വീതം വെക്കലാണ്. ഓ, അവരുടെ മുഖത്ത് അത്ഭുതം പടർന്നു. സേതുവേട്ടൻ മംഗലാപുരത്ത് താമസമാക്കാൻ പോകുന്നു. വലിയേട്ടൻ പട്ടണത്തിൽ വീട് വെച്ചു മാറാൻ പോകുന്നു. അതെയോ? അവർ കമലയുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങളോ കമലേ? നിങ്ങൾ ഇവിടെ വിട്ടു പോവില്ലല്ലോ. ഈ വീട് ആരുടെ വീതത്തിലാണെന്ന് അറിയില്ലല്ലോ. അവരുടെ മുഖം വാടുന്നത് കണ്ടു. പെട്ടെന്ന് ജയേട്ടത്തിയമ്മ പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് എത്തി നോക്കുന്നത് കണ്ടു. കമല കുഞ്ഞിനെ ചെറിയമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങോട്ട് നടന്നു. ജയേട്ടത്തിയമ്മയുടെ മുഖത്ത് നീരസത്തിന്റെ ഗൗരവം ഉണ്ടായിരുന്നു. ചെറിയമ്മ കുഞ്ഞിനെ എടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അടുത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു, എന്തിനാ കമലെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയത്? കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുക്കണ്ടായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും ഈർഷ്യത്തോടെയാണ് അവർ പറഞ്ഞത്. കമലയ്ക്ക് വിഷമം തോന്നി. അവർ പറഞ്ഞു, അവർ എടുത്തെന്ന് കരുതി എന്ത് സംഭവിക്കാൻ പോകുന്നു ഏട്ടത്തിയമ്മേ? അവർ അന്യസ്ത്രീ അല്ലല്ലോ. അമ്മയുടെ സ്ഥാനമുള്ളവരല്ലേ. സ്ഥാനമില്ലെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. എപ്പോഴാ ഭ്രാന്തിളകുക എന്നറിയില്ല. കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താൽ? പാവം, അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. ഏട്ടത്തിയമ്മ അവരെ ആവശ്യത്തിലേറെ ഭയപ്പെടുന്നു. അവർ മറുപടി പറയാതെ കുഞ്ഞിനെ കമലയുടെ കയ്യിൽ നിന്നും വാങ്ങി തളത്തിലേക്ക് നടന്നു. തളത്തിൽ വീതം വെക്കൽ തകൃതിയായി നടക്കുകയാണ്. കമല ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. അടുക്കളയിൽ കടന്ന് പലഹാരമുണ്ടാക്കുന്നതിൽ ജാനകിയെ സഹായിക്കാനിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വലിയേട്ടത്തിയമ്മ വന്ന് ജാനകിക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. കാപ്പിയും പലഹാരങ്ങളും തളത്തിലെ മേശമേൽ വട്ടത്തിൽ നിരന്നു. ഗ്ലാസുകളിൽ കാപ്പി പകരുന്നതിനിടയിൽ കൊച്ചച്ഛന്റെ വാക്കുകൾ ചെവിയിൽ പതിഞ്ഞു. ഈ വീട് സദാനന്ദനാണെന്ന് എഴുതി വെക്കുന്നുണ്ടെങ്കിലും തറവാടാണെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കൂടാൻ വരുന്നത് ഇവിടെ ആയിരിക്കും കേട്ടോ സദാനന്ദ. വലിയേട്ടൻ ചിരിച്ചു. അത് പിന്നെ വീട് അവന് എഴുതി കൊടുത്തെന്ന് കരുതി ഇത് തറവാടല്ലാതാകുമോ? ബന്ധുക്കളെല്ലാം ഒത്തുകൂടേണ്ടത് ഇവിടെ തന്നെ. സ്വത്ത് വീതം വെച്ചെങ്കിലും ബിസിനസ് എന്നും ഒരുമിച്ചായിരിക്കും. അത് ഞങ്ങളുടെ കമ്പനിയായി തന്നെ മുന്നോട്ട് പോകും. അത് നന്നായി, വക്കീൽ പറഞ്ഞു. വലിയേട്ടത്തിയമ്മ പറഞ്ഞു, എന്തായാലും വീതം വെക്കുന്ന ജോലി ഒച്ചപ്പാടൊന്നുമില്ലാതെ നടന്നല്ലോ. വീതം വെക്കുമ്പോൾ കലഹവും ബഹളവും തർക്കവും ഒക്കെ ഉണ്ടാവുക പതിവാണ്. വക്കീൽ പറഞ്ഞു, തുല്യമായിട്ടല്ലേ വീതം വെച്ചിരിക്കുന്നത്, പിന്നെ എന്തിന് വഴക്കാകണം? വലിയേട്ടത്തിയമ്മ കമലെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കമല ഇല്ലായിരുന്നല്ലോ. ഓരോരുത്തരുടെയും ഓഹരി വായിച്ചപ്പോൾ തറവാട് വക ആഭരണങ്ങളും പാത്രങ്ങളും 3ആയി പങ്കിട്ടിട്ടുണ്ട്. ഉപ്പുമാങ്ങ ഭരണികൾ വരെ. കമല ചിരിച്ചു. വലിയേട്ടത്തിയമ്മ ഒരു തമാശ ചോദിക്കുന്ന മട്ടിൽ ജയയെയും കമലയെയും നോക്കി ചോദിച്ചു, ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ വീതം വെക്കാൻ? ഉണ്ടെങ്കിൽ ഓർമ്മിച്ചു പറയണം. പിന്നെ
അതൊരു തർക്കത്തിന് ഇടയാകരുത്. കമലയും ചിരിച്ചുകൊണ്ട് അതേ സ്വരത്തിൽ പറഞ്ഞു. വീതം വെക്കാൻ 2 കാര്യങ്ങൾ കൂടെ ഉണ്ടല്ലോ ബാക്കി. ആരും അതിനെക്കുറിച്ച് ഓർത്തില്ലെന്ന് തോന്നുന്നു. എല്ലാവരും പരസ്പരം നോക്കി. വലിയേട്ടത്തിയമ്മ തമാശ ഭാവം കളഞ്ഞ് ചോദ്യഭാവത്തിൽ കമലയെ നോക്കി. സദാനന്ദൻ പുഞ്ചിരിയോടെ എന്തെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ചോദിച്ചു. കമല പറഞ്ഞു, ചെറിയമ്മയും രാമദാസനും. അവരെയും ഇവിടത്തെ ജംഗമ വസ്തുക്കളുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ എന്താ? ഈർഷ്യ കലർന്ന തമാശയാണതെന്ന് സദാനന്ദന് മനസ്സിലായെങ്കിലും അയാളും മറ്റുള്ളവരോടൊപ്പം ചിരിച്ചു. വക്കീൽ ഗൗരവത്തോടെ പറഞ്ഞു. സദാനന്ദന്റെ വൈഫ് പറഞ്ഞതിൽ കഴമ്പുണ്ട്. അവരെ ആരാണ് സംരക്ഷിക്കാൻ പോകുന്നത്? പറയുമ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും തോന്നരുത്. തേക്കുംകാട് മഠത്തിന്റെ സ്വത്തിന്റെ ചരിത്രം അറിയാവുന്ന കുടുംബ വക്കീൽ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. രാമദാസന്റെയും നിങ്ങളുടെ അച്ഛന്റെ 2ാം ഭാര്യയുടെയും സ്വത്ത് നിങ്ങളുടെ ഓഹരികളിൽ ലയിച്ചു കഴിഞ്ഞു. മരണം വരെ അവരെ വിഷമിപ്പിക്കാതെ സംരക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുമുണ്ട്, മൂവർക്കും. വലിയേട്ടൻ ഉടനെ പറഞ്ഞു. രാമദാസിനെ ഞാൻ കൊണ്ടുപോകും. കമലയ്ക്ക് വിഷമം തോന്നി. രാമദാസിനെ കൂടെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുകയുള്ളൂ, സംശയമില്ല. അവൾ പറഞ്ഞു. രാമദാസേട്ടനും ചെറിയമ്മയും ഇവിടെ തന്നെ കഴിയട്ടെ. അവർ ഈ പരിസരത്ത് ജീവിച്ചവരല്ലേ. ഇവിടം വിട്ടു പോകാൻ പ്രയാസമുണ്ടാവും. ഇല്ല, രാമദാസൻ എനിക്ക് വേണം, വലിയേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. സദാനന്ദൻ തിരിഞ്ഞ് ഭാര്യയോട് പതിഞ്ഞ സ്വരത്തിൽ ദേഷ്യത്തോടെ ചോദിച്ചു. നമുക്ക് എന്തിനാണ് ആ മന്ദൻ? വലിയേട്ടൻ കൊണ്ടുപോകട്ടെ. പിന്നെ അവൾ ഒന്നും പറഞ്ഞില്ല. വലിയേട്ടത്തിയമ്മ പറഞ്ഞു, ചെറിയമ്മ ഇവിടെ തന്നെ കഴിയട്ടെ. കമലയോട് മാത്രമല്ലേ അവർക്ക് അടുപ്പമുള്ളൂ. സദാനന്ദൻ ഈർഷ്യവും നീരസവും കലർന്ന ഭാവത്തോടെ പറഞ്ഞു. അപ്പോൾ ഭ്രാന്തി ചെറിയമ്മയെ എന്റെ തലയിൽ വെച്ചു അല്ലേ? ഭർത്താവിന്റെ വാക്കുകൾ കമലയെ ചൊടിപ്പിച്ചു. അവൾ പറഞ്ഞു, എന്തിനാ തലയിലാവേണ്ടത്? അവർ ചാവടിയിൽ കഴിഞ്ഞോളും. അല്പം ആഹാരം കൊടുത്താൽ മതി. അത് ഞാൻ കൊടുത്തോളാം. സദാനന്ദൻ അവളെ ദേഷ്യത്തോടെ നോക്കി. അവൾ അത് കാണാത്ത മട്ടിൽ തറയിൽ എവിടെയോ നോക്കി നിന്നു. കൊച്ചച്ഛൻ ചോദിച്ചു, അപ്പോൾ ഇനി താമസിയാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിരിയും അല്ലേ? വലിയേട്ടൻ പറഞ്ഞു. സേതുവും ഭാര്യയും ഉടനെ മാറും. ഞാനും കുടുംബവും ഈ വർഷത്തെ രഥോത്സവം കഴിഞ്ഞേ മാറൂ. അപ്പോഴേക്കും പട്ടണത്തിൽ വീട് വയ്ക്കുകയോ വാങ്ങുകയോ വേണം. എല്ലാവരും എഴുന്നേറ്റ് കൈ കഴുകി തളത്തിൽ നിന്നും പൂമുഖത്തേക്ക് നടന്നു. വക്കീൽ ഒന്ന് തിരിഞ്ഞു നിന്നു. ഏട്ടത്തിയമ്മമാർ മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞിരുന്നു. വക്കീൽ കമലയുടെ അടുത്തു വന്ന് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. നീ ചെറിയമ്മയ്ക്ക് വേണ്ടി പറഞ്ഞത് നന്നായി മോളെ. അവരെ സംരക്ഷിക്കാനുള്ള നല്ല മനസ്സ് നീ കാണിച്ചതിന് ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. നീ അവരെ മരണം വരെ സംരക്ഷിക്കൂ. അതൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. അവൾക്ക് സന്തോഷം തോന്നി. വക്കീലിനെങ്കിലും ചെറിയമ്മയോട് സഹതാപമുണ്ടല്ലോ. താൻ പറഞ്ഞത് ശരിയാണെന്ന് അഭിപ്രായപ്പെട്ടല്ലോ. മേശപ്പുറത്തിരുന്ന പാത്രങ്ങളും കൊണ്ട് അടുക്കളയിൽ പോയപ്പോൾ രാമദാസൻ ഇരുന്ന് കാപ്പി കുടിക്കുന്നത് കണ്ടു. കമല പറഞ്ഞു. രാമദാസേട്ടൻ അറിഞ്ഞോ? വലിയേട്ടനൊക്കെ പട്ടണത്തിൽ പോയി താമസിക്കാൻ പോകുന്നു. രാമദാസേട്ടനെ കൂടെ കൊണ്ടുപോകുന്നെന്ന്. അയ്യോ, എനിക്ക് പേടിയ. എന്നെ എപ്പോഴും തല്ലാറുണ്ട്. ഇന്നലെയും തല്ലിയല്ലോ. കാറ് തുടച്ചത് നന്നായില്ലെന്ന് പറഞ്ഞ് രാമദാസേട്ടൻ പറയണം ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കാമെന്ന്. എന്നാലും തല്ലും. പലഹാരങ്ങൾ വായ്ക്കുള്ളിൽ കുത്തി നിറച്ച് വിഴുങ്ങി വെള്ളവും കുടിച്ച് എഴുന്നേറ്റ് അയാൾ ചോദിച്ചു. പട്ടണത്തിൽ പോയാൽ ഒത്തിരി ബസ്സും കാറും കാണാം അല്ലേ? അവൾ തലകുലുക്കി. തീവണ്ടിയും കാണാമല്ലോ. എനിക്ക് തീവണ്ടി ആപ്പീസില്. അയാൾ ചിരിച്ചു. ഒരു കൊച്ചു കുട്ടിയെ പോലെ ജാനകി പിറുപിറുത്തു. അവരാണോ ഏറ്റിരിക്കുന്ന ഈ പാവത്തിന്? എങ്കിൽ നാളെ ചാകാനുള്ളവൻ ഇന്നേ ചാകും. അത്താഴം കഴിഞ്ഞ് ഉറക്കറയിൽ പോയി. ഭർത്താവിന്റെ മുഖം പ്രസന്നമല്ലായിരുന്നു. അവൾ അടുത്തു ചെന്നിരുന്നിട്ടും ഗൗനിക്കാതെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും പേപ്പർ പതിയെ വലിച്ചെടുത്ത് അവൾ ചോദിച്ചു. എന്താ ഇന്ന് വലിയ ഗൗരവത്തിൽ? അയാൾ കസേരയിൽ ചാരിയിരുന്നു. മുഖത്തെ ഗൗരവം വെടിയാതെ തന്നെ പറഞ്ഞു. വിട്ടുന്തം വിളിച്ചു പറയാൻ മിടുക്കിയാണ് നീ. എന്നോട് ആലോചിക്കാതെ ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ അത്ഭുതം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു? ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ. രാമദാസനെയും ചെറിയമ്മയെയും നോക്കാമെന്ന് ഏറ്റില്ലേ? അതിനാണോ പിണങ്ങിയിരിക്കുന്നത്? ചെറിയമ്മയെ നോക്കാമെന്ന് ഏറ്റില്ലേ? എല്ലാം തുല്യമായി വിധിച്ച സ്ഥിതിക്ക് അവരെ നോക്കേണ്ട ചുമതലയും 3 പേർക്കും തുല്യമായിട്ടുണ്ട്. നമ്മൾ മാത്രം എന്തിനവരെ സംരക്ഷിക്കണം? നീ മാത്രം എന്തിനവർക്ക് ആഹാരം വെച്ച് വിളമ്പണം? ഏട്ടത്തിയമ്മമാർക്കും ആകാമല്ലോ അതൊക്കെ.
അവൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു. സങ്കടമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മറ്റു വസ്തുക്കൾ വീതിക്കുന്നത് പോലെ ഒരു മനുഷ്യജീവിയെ വീതിക്കരുത്. അവർ ഇവിടെ കഴിയുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടവും വരില്ല. 3 നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കാനുള്ള വകയില്ലേ നമുക്ക്? അവരെ കൊണ്ട് നമുക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല, അതുറപ്പാ. പിന്നൊന്ന് ആലോചിച്ചു നോക്കൂ. വലിയേട്ടത്തി അമ്മയ്ക്ക് മക്കളുണ്ട്. ജാനകി കാണും കൂട്ടിന്. പട്ടണത്തിലാകുമ്പോൾ ഏകാന്തത കാണില്ല. ജയേട്ടത്തിയമ്മയാണെങ്കിൽ സ്വന്തം നാട്ടിൽ അച്ഛനമ്മമാരുടെ കൂടെ താമസിക്കാൻ പോകുന്നു. ഇവിടെ ഈ വലിയ പുരയിടത്തിൽ, ഇത്ര വലിയ വീട്ടിൽ നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ? അയൽവാസികൾ പോലുമില്ല അടുത്തെങ്ങും. വേലക്കാരികൾ രാവിലെ പോവില്ലേ? ചെറിയമ്മയെങ്കിലും എനിക്കൊരു കൂട്ടായിരിക്കട്ടെ. ഇത്രയും നാളായിട്ട് എനിക്ക് ഒരു കുഞ്ഞു പോലും. അത്രയും പറഞ്ഞു കഴിഞ്ഞ് അവൾക്ക് തുടരാനായില്ല. അവളുടെ കണ്ണുകൾ ഈറനായി. എന്തിനാ നീ വിഷമിക്കുന്നത്? അയാൾ കണ്ണുകൾ തുടച്ചു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ചെറിയമ്മയും ഇന്ന് എന്നോട് പറഞ്ഞു, ഇനിയും എല്ലാ മാസവും ഇങ്ങനെ കുളിക്കേണ്ടി വരികയാണെങ്കിൽ ഒരു ലേഡി ഡോക്ടറെ കാണണമെന്ന്. എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? വിവാഹം കഴിഞ്ഞ് 1 വർഷം ആകാൻ പോകുന്നതല്ലേ ഉള്ളൂ. എങ്കിലും നിയന്ത്രണമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇതുവരെ എന്തെങ്കിലും കുഴപ്പം? അതാണ് എനിക്ക് പേടി. നാണക്കേടാണ് ഇപ്പോഴേ ഇതിനായി ഡോക്ടറെയൊക്കെ ചെന്ന് കാണുന്നത്. നമുക്ക് കുറെ നാൾ കൂടി കാത്തിരിക്കാം. നീ കിഴവിയൊന്നും ആയില്ലല്ലോ. അയാൾ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അല്പം കഴിഞ്ഞ് അവൾ ചോദിച്ചു, ചെറിയമ്മയെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ദേഷ്യം ഇപ്പോഴുണ്ടോ? അയാൾ പറഞ്ഞു, എനിക്ക് അവരോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. പക്ഷെ നിനക്ക് അവരൊരു കൂട്ടും സഹായവും ഒക്കെ ആയിരിക്കുമെന്ന് നീ പറഞ്ഞതുകൊണ്ട് അവർ നമ്മുടെ കൂടെ തന്നെ കഴിയട്ടെ, മരിക്കുവോളം. പോരെ? സന്തോഷമായോ എന്റെ സുന്ദരിക്ക്? അവൾ സന്തോഷത്തോടെ ചിരിച്ചു. അയാളും. അവൾ മനസ്സിലോർത്തു, അങ്ങനെ ആ ഒരു പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞു. അധ്യായം 39. യാതൊരു പുതുമയുമില്ലാതെ വിവാഹത്തിന്റെ 1-ാം വാർഷികം കടന്നുവന്നു. സദാനന്ദൻ സമ്മാനമായി കൊണ്ടുവന്ന പവിഴം പതിച്ച തങ്കവളകളും കറുത്ത പാശി കിട്ടിയ കമ്മലുകളും വാങ്ങിച്ചിട്ട് അവ രണ്ടാമതൊന്ന് നോക്കുക പോലും ചെയ്യാതെ കമല അലമാരയ്ക്കുള്ളിൽ വെച്ചു. എന്തിനീ ആഭരണങ്ങൾ വാരിക്കൂട്ടുന്നുവെന്ന് അവൾ നീരസത്തോടെ മനസ്സിലോർത്തു. താൻ ആഗ്രഹിച്ചത് ഇതുവരെ കിട്ടിയിട്ടില്ല. 1 വർഷം കഴിഞ്ഞിട്ടും വീട്ടിൽ നിന്നും വരുന്ന ഓരോ കത്തിലും അമ്മ രഹസ്യമായി അന്വേഷിക്കുന്നുണ്ട്. നിനക്ക് വിശേഷം വല്ലതുമുണ്ടോ കുട്ടി? ആഹാരത്തിനോട് കൂടുതൽ വെറുപ്പോ ഛർദിയോ എന്തെങ്കിലും? ആ ചോദ്യത്തിന് മറുപടി എഴുതാറേയില്ല. എന്തെഴുതാനാണ്? തന്റെ മൗനത്തിൽ നിന്ന് വിശേഷമൊന്നുമില്ലെന്ന് അവർ മനസ്സിലാക്കുമല്ലോ. വീട്ടിലൊന്നു പോകാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നെങ്കിൽ അമ്മ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് തന്നെ കൊണ്ടുപോയേനെ. പക്ഷേ ഇവിടം വിട്ട് ഇനി പോകാനും പറ്റില്ലല്ലോ. സീമന്തിനി ഉണ്ടായിരുന്നപ്പോൾ താൻ ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആഹാര കാര്യം ചിട്ടയായി നോക്കുമായിരുന്നു. അല്ലെങ്കിലും താൻ കൂടെയില്ലാതെ ഒറ്റ ദിവസം പോലും കഴിയാൻ വയ്യെന്ന് അദ്ദേഹം പറയാറുണ്ട്. ഈ വലിയ വീട് ഇപ്പോൾ ഏകാന്തതയുടെ തടവറ പോലെ ആയിത്തീർന്നിട്ടുണ്ട്. വലിയേട്ടൻ പട്ടണത്തിൽ വീട് പണിയുന്ന തിരക്കിലാണ്. മിക്ക ദിവസവും അവിടെ ലോഡ്ജിൽ കഴിയുകയാണിപ്പോൾ. വലിയേട്ടത്തിയമ്മ അവരുടെ അനുജത്തിയുടെ വിവാഹം പ്രമാണിച്ച് നാട്ടിൽ പോയിരിക്കുകയാണ്. സ്വത്ത് വീതം വെച്ചതിന്റെ പിറ്റേ ആഴ്ച തന്നെ സേതുവേട്ടൻ കുടുംബത്തെയും കൊണ്ട് തേക്കുംകാട് മഠം വിട്ട് മംഗലാപുരത്ത് സ്ഥിര താമസത്തിന് പോയി. ബിസിനസിന്റെ ശാഖ അവിടെയും തുടങ്ങിയിരിക്കുന്നു. ഫോൺ വഴി സഹോദരന്മാർ പരസ്പരം ബന്ധപ്പെടുന്നു. ഇന്നുവരെ ജയേട്ടത്തിയമ്മ ഇങ്ങോട്ടൊരു കത്തയക്കുകയാകട്ടെ ഫോൺ വഴി താനുമായി ബന്ധപ്പെടുകയാവട്ടെ ഉണ്ടായിട്ടില്ല. ചായ്പിൽ രാമദാസേട്ടൻ മാത്രമായി. പടിഞ്ഞാറേ വളപ്പിലെ തെങ്ങുകൾക്ക് തടം കോരിയും വലിയേട്ടൻ ഏൽപ്പിക്കുന്ന ഏതെങ്കിലും ജോലി ചെയ്തും അയാൾ ഒരു മിണ്ടാപ്രാണിയെ പോലെ കഴിഞ്ഞുകൂടുന്നു. ചെറിയമ്മ ചാവടിയിൽ ഒറ്റയ്ക്ക്. നിരനിരയായി കിടക്കുന്ന കുളിമുറികളെല്ലാം പൂട്ടിക്കിടക്കുന്നു. വെള്ളം ചൂടാക്കുന്ന കുട്ടകങ്ങളും അവയ്ക്കിടയിൽ വാർത്തിട്ടിരിക്കുന്ന വലിയ അടുപ്പുകളും വരണ്ടുണങ്ങിക്കിടക്കുന്നു. ഒരിക്കൽ അടുപ്പുകളിൽ കയറിയിരുന്ന വലിയ വലിയ വെങ്കല പാത്രങ്ങളെല്ലാം കലവറകളിലെ ചുവരുകളിലുള്ള സിമന്റ് സ്രാവിൽ നിരന്നു കഴിഞ്ഞു. സേതുവേട്ടന്റെ വീതത്തിലുള്ള പാത്രങ്ങളെല്ലാം തൽക്കാലം കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു. വേലക്കാരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. 1 വർഷത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ!
പൂമുഖത്തിപ്പോൾ ചർച്ചകളൊന്നും നടക്കാറില്ല. ചർച്ച ചെയ്യപ്പെടാനുള്ള വിഷയങ്ങളെല്ലാം തീർന്നതുപോലെ. ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രാതൽ കഴിക്കുന്ന സമയത്ത് രണ്ടുപേരും സംസാരിച്ചു തീർക്കുന്നു. ബിസിനസ് മാത്രമാണ് ഇപ്പോൾ മൂവരെയും ബന്ധിപ്പിക്കുന്നത്. രക്തബന്ധത്തിന് മങ്ങലേറ്റതുപോലെ ഇരിക്കുന്നു. വലിയേട്ടത്തിയമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് ചെറിയമ്മ അടുക്കളയിൽ വരുന്നുണ്ട്. വന്നാൽ എല്ലാ ജോലികളും ഏറ്റെടുക്കും. ജാനകിക്കും അല്പം വിശ്രമം കിട്ടും. എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ ചെറിയമ്മയ്ക്കറിയാം. എത്ര ചുറുചുറുക്കോടെ, എത്ര അടുക്കോടെ അവർ പാചകം നടത്തുന്നു. കമലയ്ക്ക് അത് നോക്കി നിൽക്കാൻ ഇഷ്ടമാണ്. എന്തെങ്കിലും സഹായിക്കാൻ പോകുമ്പോൾ അവർ പറയും, വല്ലപ്പോഴുമൊക്കെ എന്റെ ശരീരം ഒന്നനങ്ങട്ടെ. കമലെ, മൂത്തവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ടെങ്ങും വരില്ലല്ലോ. വലിയേട്ടത്തിയമ്മ കാണുന്നത് ചതുർത്ഥി കാണുന്നത് പോലെ ആയിട്ടുണ്ട് അവർക്ക്. സീമന്തനി ഭർത്താവുമൊത്ത് എവിടെയോ സുഖമായി കഴിയുന്നുണ്ടെന്നും അവൾ ഗർഭിണിയാണെന്നും അറിഞ്ഞതിനു ശേഷം വളരെ ശാന്തയും സ്വസ്ഥയുമാണവർ. എന്നെങ്കിലും അവളും രവീന്ദ്രനും വരുമെന്നും അവളുടെ വക സ്വത്ത് ഏറ്റെടുത്ത് ഇവിടെ തന്നെ താമസമാക്കുമെന്നുമുള്ള വിശ്വാസം അവർക്ക് സന്തോഷം നൽകുന്നു. അവരുടെ അബോധാവസ്ഥ മുതലെടുത്ത് വഞ്ചനയിലൂടെ സ്വത്ത് മറ്റുള്ളവർ കൈയടക്കിയത് അവർ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. സീമന്തിനിയുടെ വയർ ഇപ്പോൾ വലുതായിട്ടുണ്ടാവും. എങ്ങനെയിരിക്കും ഇപ്പോൾ അവളെ കാണാൻ? ഒരു കത്ത് വന്നതിന് ശേഷം പിന്നെ വിവരമൊന്നുമില്ല. മറുപടി അയച്ചില്ല. മേൽവിലാസം അറിയാം, പക്ഷേ കത്ത് പോസ്റ്റ് ചെയ്യാൻ ഭർത്താവിന്റെ കയ്യിലാണല്ലോ കൊടുക്കേണ്ടത്. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിലും അവൾ തന്നെ അറിയിച്ചതുപോലുള്ള സന്തോഷ വാർത്ത അവളെയും അറിയിക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടാകുന്ന കാലത്തെ താൻ എഴുതൂ. തന്നേക്കാൾ 5 വയസ്സിന് ഇളയതാണവൾ. എന്നിട്ട് തനിക്കിതുവരെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം അത് തനിക്കുണ്ടാവുമോ? അത് ഒരു മരീചിക പോലെ. എന്താണ് നീ കിടന്ന് ചിന്തിക്കുന്നത്? ഇന്ന് വിവാഹ വാർഷികമായിട്ട് വിശേഷ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ? ജോലി കഴിഞ്ഞ് വൈകുന്നേരം മുറിയിൽ കയറി വന്ന ഭർത്താവ് ചോദിച്ചു. ഇല്ല, രാവിലെ ക്ഷേത്രത്തിൽ പോയി അർച്ചന കഴിച്ചതേ ഉള്ളൂ. എന്താ നിനക്കൊരു ഉന്മേഷമില്ലാത്തതുപോലെ? നിന്നെയും കൊണ്ട് ഒരു സിനിമയ്ക്ക് പോകാനാണ് ഞാൻ നേരത്തെ വന്നത്. വേഗം പുറപ്പെട്. എനിക്ക് പോകണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ വരാം. എന്താ പറ്റിയത് നിനക്ക്? അവൾ പുഞ്ചിരിച്ചുകൊണ്ടാണെങ്കിലും വേദനയോടെ പറഞ്ഞു. ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റാത്തതിന്റെ വിഷമമാണ് എനിക്ക്. പലരും ചോദിച്ചു തുടങ്ങി, വിവാഹം കഴിഞ്ഞ് 1 വർഷമായിട്ടും എന്താ വിശേഷമൊന്നും ഇല്ലാത്തതെന്ന്. അമ്മയും എല്ലാ കത്തിലും ചോദിക്കാറുണ്ട്. അതിനിപ്പോൾ ഞാൻ എന്തു പിഴച്ചു? എന്റെ കുറ്റമാണെന്ന പോലെയാണല്ലോ നിന്റെ സംസാരം. കുറ്റം ആരുടേതാണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ എന്റേത് തന്നെയാവാം. അറിയുന്നവരെ സമീപിച്ചാലല്ലേ അതറിയാനൊക്കൂ. നിങ്ങൾ എന്നെ പട്ടണത്തിലുള്ള ഏതെങ്കിലും ഒരു നല്ല ലേഡി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണം. എന്താണ് വേണ്ടതെന്ന് അവർ ഉപദേശിക്കുമല്ലോ. അയാളുടെ മുഖം മ്ലാനമായി. അല്പം ആലോചിച്ചതിനു ശേഷം അയാൾ പറഞ്ഞു, നീ എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. 24 വയസ്സ് അത്ര വലിയ വയസ്സൊന്നുമല്ല. സമയം ഇനിയുമില്ലേ? എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോകുന്നത് എനിക്കൊരു നാണക്കേട് പോലെ തോന്നുന്നു. കുറച്ചുനാൾ കൂടിയൊന്ന് ക്ഷമിക്ക്, അവൾ ഗദ്ഗതത്തോടെ പറഞ്ഞു. ആളുകൾ എന്നെ മച്ചി എന്ന് പറയും. അയാൾ സ്വരം ഉയർത്തി പറഞ്ഞു. പറയട്ടെ, എനിക്ക് ഇക്കാര്യത്തിൽ ഭയവും ആകാംക്ഷയും സങ്കടമൊന്നും ഇല്ലെങ്കിലോ? നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ അയാൾ അടുത്ത് വന്നിരുന്ന് ശാന്തസ്വരത്തിൽ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, രഥോത്സവം വരട്ടെ. അന്ന് ചേച്ചിമാരൊക്കെ വരുമല്ലോ. ഏട്ടത്തിയമ്മമാരും കാണും. ആരോടെങ്കിലും പറയാം നിന്നെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ. വിഷമിക്കാതെ. എങ്കിൽ കുറച്ചു ദിവസത്തേക്ക് എന്നെ എന്റെ വീട്ടിലൊന്ന് വിടില്ലേ? ഏതിനും രഥോത്സവം ഒന്ന് കഴിയട്ടെ കമലെ. നീ ആവശ്യമില്ലാതെയാണ് വിഷമിക്കുന്നത്. വർഷങ്ങൾ ഇനിയും കിടക്കുകയല്ലേ മുൻപിൽ. നീ എഴുന്നേൽക്ക്, വേഗം ഒരുങ്ങ്. മനസ്സോടെ അല്ലെങ്കിലും ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ അയാളെ അനുസരിച്ചു. മാസങ്ങൾ കടന്നുപോയി. വിഷ്ണു ക്ഷേത്രത്തിൽ വീണ്ടും ഒരു രഥോത്സവം കൂടി. തേക്കുംകാട് മഠത്തിന് വീണ്ടും ജീവൻ വെച്ചതുപോലെ. സേതുവേട്ടനും ജയേട്ടത്തിയമ്മയും മോനും ഒരാഴ്ച മുമ്പേ എത്തി.
പതിവനുസരിച്ച് അടുത്തവരും അകന്നവരുമായ എല്ലാ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ രഥോത്സവ നാൾ കമല ഓർമ്മിച്ചു. സീമന്തിനി തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീട് നിറയെ ആളുകൾ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. വൈകുന്നേരം രഥപൂജയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ എല്ലാ മുറികളിലും നടക്കുന്നുണ്ട്. സദാനന്ദൻ കമലയോട് പറഞ്ഞു, അന്ന് ഞാൻ വാങ്ങിച്ചു തന്ന നവരത്നം പതിച്ച നെക്ലേസ് ഇല്ലേ, അത് ഇതുവരെ നീ അണിഞ്ഞില്ലല്ലോ. ഇന്ന് അത് കഴുത്തിലിട്ടിട്ട് വേണം വരാൻ. അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. സീമന്തിനിയുടെ കഴുത്തിൽ അത് അണിയിച്ചു കൊടുത്താണല്ലോ താൻ യാത്രയാക്കിയത്. ഇനിയിപ്പോൾ എന്താണ് മറുപടി പറയുക? ക്ഷേത്രത്തിൽ പോകുമ്പോൾ താൻ അത് അണിഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം. അവൾ മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടോ നീ? ഞാൻ അന്ന് കൊണ്ടുവന്ന നെക്ലേസ് ഇന്ന് ഇടണമെന്ന്. അവളുടെ മുഖം വിളറുന്നത് അയാൾ ശ്രദ്ധിച്ചു. അവൾ പറഞ്ഞു, അത് അയാൾ ഉദ്യോഗത്തോടെ ചോദിച്ചു. എന്നെ വഴക്കു പറയരുത്. ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണം. എന്തുണ്ടായി? കളഞ്ഞു പോയോ? എന്താ അതിന്റെ വിലയെന്ന് അറിയോ നിനക്ക്? കളഞ്ഞതല്ല, അബദ്ധം പറ്റിയതാണ്. ഞാൻ സീമന്തിനിയുടെ കഴുത്തിൽ അതൊന്നിട്ട് കൊടുത്തു. ഞാനത് തിരിച്ച് ഊരിയെടുത്തില്ലായിരുന്നു. തരാൻ അവളും മറന്നതായിരിക്കും. അന്ന് രാത്രിയാണ് അവൾ പോയത്. നിങ്ങളോട് പറയാൻ പേടിയായതുകൊണ്ട് പറയാത്തതാണ്. അയാൾ ദേഷ്യവും നിരാശയും കലർന്ന ഭാവത്തിൽ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അതെന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? പോലീസിൽ വിവരം അറിയിച്ച് ഞാൻ അവളെ പിടിപ്പിക്കുമായിരുന്നില്ലേ? ദൈവമേ, എന്താ അതിന്റെ വില? ഞാൻ അത് ഈ കഴുതയ്ക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചതായിരുന്നു. അയാളുടെ കണ്ണുകൾ കോപത്താൽ ചുവന്നു. അവൾ സൗമ്യതയോടെ പറഞ്ഞു, നിങ്ങൾ ഒന്ന് ക്ഷോഭിക്കാതിരിക്കൂ. അവൾ അതെടുക്കട്ടെ. ഇനി അവൾക്കിവിടെ യാതൊരു അവകാശവുമില്ലല്ലോ. അവൾക്ക് അവകാശപ്പെട്ടതിലെ ഒരു ഓഹരി നമുക്കും കിട്ടിയിട്ടില്ലേ? അത്തരം ഒന്നല്ല, പല നെക്ലേസ് നമുക്ക് ആ ആദായത്തിൽ നിന്നും ഉണ്ടാക്കാമല്ലോ. അവൾക്ക് അതെങ്കിലും കൊടുത്തല്ലോ എന്ന് നമുക്ക് സന്തോഷിക്കാം. അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരില്ല. മതി നിന്റെ ഈ ഒരുമാതിരി വേദാന്തം കേൾക്കുമ്പോഴാണ് എനിക്ക് കലി കയറുന്നത്. മറ്റുള്ളവരോടൊപ്പം ക്ഷേത്രത്തിൽ പോയപ്പോൾ മനസ്സ് തികച്ചും അസ്വസ്ഥമായിരുന്നു. ഭർത്താവ് ദേഷ്യപ്പെട്ടാണ് പോയത്. കഴിഞ്ഞ രഥോത്സവ ദിവസവും ഇതുപോലെയായിരുന്നു. തന്റെ സാരി സീമന്തിനിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതിനാണ് പിണങ്ങിയത്. രഥോത്സവ നാളിലെ ഒരു വഴിപാട് പോലെ ഈ വർഷവും ഒരു പിണക്കം നടത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിൽ വെച്ച് ആ മുഖത്ത് നോക്കാൻ ഭയമായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ അദ്ദേഹം പിണക്കം ഭാവിച്ചില്ലെന്നത് ആശ്വാസമായി. രാത്രി രഥപൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പിണക്കം തണുത്തു കഴിഞ്ഞിരുന്നു. അവൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. വെളുപ്പിനെ തന്നെ വന്ന അതിഥികളെല്ലാം സ്ഥലം വിട്ടു. സേതുവേട്ടനും ജയേട്ടത്തി അമ്മയും പോയിട്ടില്ല. വലിയേട്ടന്റെ വീട് പണി പൂർത്തിയായി. അടുത്ത ആഴ്ചയാണ് ഗൃഹപ്രവേശം. ആ ചടങ്ങ് കഴിഞ്ഞേ സേതുവേട്ടനും കുടുംബവും പോകുന്നുള്ളൂ. സ്വർണ്ണപ്പല്ല് വെച്ച കൊച്ചച്ഛനും വലിയേട്ടനും ഗൃഹപ്രവേശം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ രഥോത്സവം കാണാൻ ഉറക്കമിളച്ചതിന്റെ ക്ഷീണം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് അത്താഴം കഴിഞ്ഞയുടനെ എല്ലാവരും അവരവരുടെ ഉറക്കറകളിലേക്ക് വലിഞ്ഞു. ഉത്സവത്തിന്റെ മേൽനോട്ടം വഹിച്ചതിന്റെ ക്ഷീണം കാരണം സദാശിവൻ കിടന്നയുടനെ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കിടന്ന കമലയും മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. പെട്ടെന്ന് ചാവടിയിൽ നിന്നും വല്ലാത്ത ഒരലർച്ചയും നിലവിളിയും കേട്ടു. അവൾ ഞെട്ടിയുണർന്നു. ചെറിയമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയും അലർച്ചയുമാണ് കേൾക്കുന്നത്. അവർ ഉറക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും വ്യക്തമാകുന്നില്ല. അവൾ ഭർത്താവിനെ കുലുക്കി വിളിച്ചു. ചെറിയമ്മ നിലവിളിക്കുന്നു. എന്താണെന്നറിയില്ല, ഒന്ന് എഴുന്നേൽക്കൂ. എന്തോ അപകടം സംഭവിച്ചതുപോലെയുള്ള നിലവിളി കേട്ട് അയാളും എഴുന്നേറ്റു. തളത്തിലൂടെ അടുക്കള ഭാഗത്ത് നടക്കവേ മുകളിൽ നിന്നും ഏട്ടന്മാരും ഏട്ടത്തിയമ്മമാരും ബഹളം കേട്ട് താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടു. എന്തു പറ്റി അവർക്ക്? വല്ല കള്ളന്മാരുമാണോ? അടുക്കള വാതിൽ തുറന്ന് എല്ലാവരും പടിഞ്ഞാറേ മുറ്റത്ത് കൂടി ചാവടിയുടെ നേർക്ക് വലിഞ്ഞു നടന്നു. 40. ചാവടി വരാന്തയിൽ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ചെറിയമ്മ വലത്തെ കൈയിൽ കത്തിയുമായി സംഹാരമൂർത്തിയെ പോലെ നിന്ന് കിതയ്ക്കുന്നു. സ്വർണ്ണപ്പല്ല് വെച്ച കൊച്ചച്ഛൻ അംഗവസ്ത്രം കൊണ്ട് കൈയും കവിളും അമർത്തിപ്പിടിച്ച് വേച്ച് മാഞ്ചുവട്ടിലൂടെ നടന്ന് മുൻവശത്ത് പോകുന്നത് കണ്ടു. ചെറിയമ്മ അലറി, അരിഞ്ഞു കളയും ഞാൻ. ഏതവനായാലും ഞാൻ എച്ചിൽ വാരുന്നവന്റെ മകളായിരുന്നു. ഒരു കിഴവന്റെ ഭാര്യയുമായിരുന്നു. ഒക്കെ ശരി തന്നെ. പക്ഷെ ഇന്ന് വരെ എന്റെ മാനം ഞാൻ വിറ്റിട്ടില്ല. അവർ കിതച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി ഉറക്കെ പറഞ്ഞു, കേൾക്കിന്നെല്ലാവരും. നിങ്ങളുടെ അച്ഛന്റെ അനിയനുണ്ടല്ലോ, അവൻ വന്നിരിക്കുന്നു ഈ രാത്രിയിൽ എന്റെ മുറിയില്.
അവന്റെ ഏട്ടത്തിയമ്മയുടെ മുറിയില്. കട്ടിൻ കീഴിൽ ഈ കത്തി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് അവൻ അറിഞ്ഞില്ല. കിഴവൻ. കഷ്ടം കഷ്ടം, വലിയേട്ടൻ പറഞ്ഞു. ചേച്ചേ, നാണം കെട്ട പ്രവൃത്തി. സേതുവേട്ടൻ കോപം പൂണ്ടു. വൃത്തികെട്ട മനുഷ്യൻ. സദാനന്ദൻ പല്ലുകൾ ഞെരിച്ചു. വലിയേട്ടത്തിയമ്മ പറഞ്ഞു, നിങ്ങൾ അകത്ത് കയറി കിടന്നോളൂ, ഞാൻ ജാനകിയോട് പറയാം ഇവിടെ വന്ന് കിടക്കാൻ. എന്തായാലും കണക്കിന് കൊടുത്തല്ലോ കൊച്ചച്ഛന്, അത് കാര്യമായി. സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കാൻ വരുന്നവരെ കൊന്നു കുഴിച്ചു മൂടുകയാണ് വേണ്ടത്. കൊച്ചച്ഛന്റെ ഈ പ്രവൃത്തി അവർക്ക് പോലും ക്ഷമിക്കാൻ പറ്റിയില്ല. അത് ചെറിയമ്മയോടായിട്ട് കൂടി. ജയേട്ടത്തിയമ്മ പറഞ്ഞു. ചെറിയമ്മയ്ക്ക് ഭ്രാന്തൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ദുസ്വഭാവങ്ങളൊന്നുമില്ല, അതെനിക്കറിയാം. ചെറിയമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ പറ്റി ഇങ്ങനെ ഒരു നല്ല വാക്കെങ്കിലും അവർ പറഞ്ഞല്ലോ എന്നോർത്ത് കമല സന്തോഷിച്ചു. അവരുടെ വായിൽ നിന്ന് വീണ മുത്തുകൾ വേഗം പെറുക്കിയെടുത്ത് അവൾ മനസ്സിനുള്ളിൽ അടച്ചു വെച്ചു. സ്വർണപ്പല്ലുകാരൻ കൊച്ചച്ഛൻ ആ നിമിഷം സ്ഥലം വിട്ടു. രാവിലെ ചെറിയമ്മയെ കാണാൻ കമല പോയപ്പോൾ അവർ കുലുങ്ങി കുലുങ്ങി ചിരിച്ചുകൊണ്ട് മുറിയുടെ മൂലയിലേക്ക് വിരൽ ചൂണ്ടി. അത് നോക്കൂ കമലേ, എന്താണെന്ന്. സ്വർണപ്പല്ലന് ഞാൻ കൊടുത്ത സമ്മാനത്തിന്റെ ബാക്കി. അറ്റുകിടന്ന ഒരു വിരൽ തുമ്പ് കമല അവിടെ കണ്ടു. അതിനു ചുറ്റും ഉറുമ്പിൻ കൂട്ടം. കമല അത്ഭുതവും പുഞ്ചിരിയും കലർന്ന ഭാവത്തോടെ അത് നോക്കി നിശബ്ദയായി നിന്നു. അല്പസമയം കഴിഞ്ഞ് ചെറിയമ്മ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാനിത് പ്രതീക്ഷിച്ചതാണ് കമലേ. എന്നെങ്കിലും ഇതുണ്ടാകുമെന്ന് ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. സീമന്തിനിയുടെ അച്ഛൻ മരിച്ച അന്ന് എടുത്തു വെച്ചതാണ് ഞാൻ ഈ കത്തി എന്റെ തലയിണ കീഴില്. കമലയുടെ മുഖത്തെ അത്ഭുതം മാഞ്ഞിരുന്നില്ല. നടന്നതെന്തെന്ന് ചെറിയമ്മ വിവരിച്ചു. ജാനകി അത്താഴവുമായി ചാവടിയിൽ ചെന്ന് കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നുവത്രേ. പിന്നെ ഒഴിഞ്ഞ പാത്രവുമായി അവർ വരാന്ത വാതിൽ ചാരിയിട്ട് തിരിച്ചുപോയി. കട്ടിൽ വിരിച്ചതിന് ശേഷം വാതിലിന് സാക്ഷിയിടാമെന്ന് ചെറിയമ്മ കരുതി. കട്ടിലിലെ ഷീറ്റ് കുടഞ്ഞ് വിരിച്ചുകൊണ്ട് നിന്നപ്പോൾ വരാന്ത വാതിൽ തുറക്കുന്നതിന്റെ തീരെ പതിഞ്ഞ ശബ്ദം കേട്ടു. തുടർന്ന് വരാന്തയിലെ ലൈറ്റ് അണയുന്നതും അറിഞ്ഞു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് സ്വർണപ്പല്ല് ഒരു വിഡ്ഢിച്ചിരിയോടെ മുന്നിൽ നിൽക്കുന്നു. ഭയം മിന്നലിന്റെ വേഗതയിലൂടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറി. പിന്നെ ധൈര്യം സംഭരിച്ച് എന്താണ് മുന്നിൽ കയറി വന്നതെന്ന് എന്തിനാണ് മുറിയിൽ കയറി വന്നതെന്ന് ചോദിച്ചുവത്രേ. അയാൾ അതേ വിഡ്ഢിച്ചിരിയോടെ അടുത്തേക്ക് നടന്നു വന്നു. ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ആരും അറിയാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ട് കട്ടിലിനടുത്തേക്ക് നടന്നെടുത്തു. പിന്നെ ഇരു കൈകളും നീട്ടി കൊണ്ട് ചെറിയമ്മയെ പിടിക്കാൻ ആഞ്ഞതും ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് നിന്ന ചെറിയമ്മ തലയണ കീഴിൽ നിന്നും കത്തി വലിച്ചെടുത്ത് ആഞ്ഞു വീശിയതും ഒരുമിച്ചായിരുന്നു. കത്തിമുന അയാളുടെ കവിളിനെ കോറിക്കൊണ്ട് നീങ്ങിപ്പോയി. കവിള് തടയാൻ ഉയർത്തിയ കൈയിലെ ഏതോ വിരലിന്റെ അറ്റവും ആ ഒരൊറ്റ വീശലിൽ ആഞ്ഞു വീണതാവും. എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവർ കിതയ്ക്കാൻ തുടങ്ങി. അവർ കോപം നിറഞ്ഞ ശബ്ദത്തിൽ തുടർന്നു, ഓർക്കെ ഓർക്കെ എന്റെ രക്തം തിളക്കുകയാണ്. അയാൾ എന്താ കമലെ കരുതിയത് എന്നെക്കുറിച്ച്? അടിച്ചു തളിക്കാരന്റെ മകളായതുകൊണ്ട് തേക്കുംകാട്ടിലെ എല്ലാ കാരണവന്മാർക്കും അനുഭവിക്കാനുള്ള വസ്തുവാണെന്നോ? കിഴവൻ ആണ് എന്നെ കല്യാണം കഴിച്ചത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇഷ്ടക്കേടോടെ തന്നെയാണ് അങ്ങേരുടെ കൂടെ ജീവിച്ചതും ഒരു മകളെ പ്രസവിച്ചതും. ചെറുപ്പത്തിലെ തന്നെ വിധവയുമായി. ഒക്കെ ശരി തന്നെ. പക്ഷേ അതെന്റെ ഈ ജന്മത്തിലെ വിധിയെന്നോർത്ത് സമാധാനിച്ചതല്ലാതെ ഇന്നുവരെ വേറൊരുത്തനെയും ആഗ്രഹിച്ചിട്ടില്ല, മോഹിച്ചിട്ടില്ല ഞാൻ, സ്വപ്നത്തിൽ പോലും. എന്താ ധരിച്ചത് അയാൾ എന്നെപ്പറ്റി? അയാൾ വീണ്ടും എന്നെ ഉപദ്രവിക്കാനായിരുന്നു ഭാവമെങ്കിൽ 3 തരം ഞാൻ അയാളെ കുത്തിക്കൊല്ലുമെന്ന് തന്നെ മനസ്സിൽ കരുതിയതാണ്. എന്തായാലും ജന്മത്തിന്റെ പകുതി ഈ തടവറയിലായല്ലോ, അടുത്ത പകുതി സർക്കാർ തടവറയിലാവട്ടെ എന്ന് കരുതുമായിരുന്നു. ചെറിയമ്മയുടെ മുഖം ചുവന്നു വരുന്നത് കമല കണ്ടു. അവൾ അനുനയ സ്വരത്തിൽ പറഞ്ഞു, പോട്ടെ ചെറിയമ്മേ, ഇനി കൊച്ചച്ഛന് ഈ പടി ചവിട്ടാൻ മടിയായിരിക്കുമല്ലോ. ചെറിയമ്മയെന്ന് കേട്ടാൽ ഇനി വിറയ്ക്കും. കക്ഷി ഇന്നലെ തന്നെ സ്ഥലം വിട്ടു കേട്ടോ. അവർ കിതപ്പ് മാറുന്നതുവരെ അല്പസമയം മിണ്ടാതെ ഇരുന്നു. പിന്നെ ഉറുമ്പിൻ കൂട്ടം വലിച്ചിഴച്ചു നീക്കുന്ന വിരൽ തുമ്പിലേക്ക് നോക്കി കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. അത് കണ്ട് കമലയും കുറെ നേരം ചിരിച്ചു. വലിയേട്ടന്റെ ഗൃഹപ്രവേശം അങ്ങേയറ്റം ആർഭാടത്തോടെ നടന്നു.
പട്ടണത്തിന്റെ മധ്യഭാഗത്ത് ഉയർന്ന ഒരു കൂറ്റൻ ബംഗ്ലാവ്. തേക്കുംകാട് മഠത്തിന് പഴമയുടെ ഗാംഭീര്യമെങ്കിൽ ഇതിന് ആധുനികതയുടെ സൗന്ദര്യവും ആകർഷണീയതയും. എത്ര ലക്ഷങ്ങളാണാവോ ഇതിൽ മുടക്കിയിരിക്കുന്നത്. വലിയേട്ടത്തിയമ്മ ഭരണം ചക്രം തിരിക്കുന്ന ഒരു ചക്രവർത്തിനിയുടെ തലക്കനത്തോടെ എല്ലായിടത്തും നിറഞ്ഞു നിന്നു. ബന്ധുക്കളെല്ലാവരും നേരത്തെ തന്നെ എത്തിയിരുന്നു. സ്വർണ്ണപ്പല്ല് വെച്ച കൊച്ചച്ഛൻ മാത്രം എത്തിയിരുന്നില്ല. പുരോഹിതൻ ഉപദേശിച്ച ശുഭമുഹൂർത്തത്തിൽ തന്നെ അഗ്നിഹോത്രവും തുളസി പൂജയും പാൽ കാച്ചലും മറ്റും നടന്നു. വൈകുന്നേരം ബിസിനസ്സുകാരൻ ആയ സുഹൃത്തുക്കൾക്കും ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും വേണ്ടി ചായ സൽക്കാരം ഏർപ്പെടുത്തിയിരുന്നു. വടക്കേ മുറ്റത്തെ പന്തലിൽ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ട വട്ടമേശകളിൽ അവർക്ക് വേണ്ടി വലിയേട്ടൻ ഏർപ്പെടുത്തിയ മാംസവിഭവങ്ങളും നിരന്നു. ഒരു കാഴ്ചക്കാരിയായി കമല എല്ലായിടത്തും ചുറ്റി നടന്നു. ഇടയ്ക്കിടയ്ക്ക് സദാനന്ദൻ അവളെ വിളിച്ചുകൊണ്ടുപോയി ആരെയൊക്കെയോ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാം വലിയ വലിയ ആൾക്കാർ. എങ്ങനെയാണ് അവരോടൊക്കെ പെരുമാറേണ്ടതെന്ന് കമലയ്ക്കറിയില്ല. അവൾ ചെറിയ പുഞ്ചിരിയോടെ സദാനന്ദന്റെ അരികിൽ നിന്നതേയുള്ളൂ. അടുത്താരും ഇല്ലാതായ ഒരു സന്ദർഭത്തിൽ അയാൾ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഊമയെപ്പോലെ നിൽക്കുന്നത്? മനുഷ്യരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവരൊക്കെ വലിയ നിലയിൽ കഴിയുന്നവരാ, അറിയാമോ? അവൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവരോട് പെരുമാറാൻ അറിയാൻ വയ്യാതെ പോയത്. ഈ വലിയ വലിയ ആൾക്കാരോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സദാനന്ദൻ കളിയാക്കി. നിനക്ക് ചെറിയമ്മയോടും ആ മന്ദൻ രാമദാസിനോടും സംസാരിക്കാനല്ലേ അറിയൂ? പിന്നെ എന്നോട് കുറെ വേദാന്തം പറയാനും. ഭർത്താവ് കുറ്റപ്പെടുത്തുന്നത് കേട്ട് അവൾ സങ്കടത്തോടെ നിന്നു. ഒരു കുസൃതി ചിരിയോടെ അയാൾ സ്വരം താഴ്ത്തി ഒരു രഹസ്യം പറയുന്നത് പോലെ പറഞ്ഞു, എന്റെ ഭാര്യ ഇങ്ങനെ തന്നെ പെരുമാറുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ വെറുതെ നിന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. പരിചയപ്പെടുത്തുമ്പോൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, അത്രമാത്രം ധാരാളം മതി. അതിൽ കവിഞ്ഞുള്ള പെരുമാറ്റം നിന്നിൽ നിന്നുണ്ടാവുന്നത് എനിക്കും ഇഷ്ടമല്ല. ഗൃഹപ്രവേശത്തിന് വലിയേട്ടത്തിയമ്മ ചെറിയമ്മയെ വിളിച്ചിരുന്നുവെങ്കിലും അത് വെറും ചടങ്ങിന് വേണ്ടിയുള്ള വിളിയായിരുന്നു. ചെറിയമ്മ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വലിയേട്ടത്തിയമ്മയോട് പറഞ്ഞു, എല്ലാം ഭംഗിയായി നടക്കട്ടെ, നിങ്ങളൊക്കെ പോയാൽ മതി, ഞാൻ വേറൊരിക്കൽ വരാം. വലിയേട്ടത്തിയമ്മ രണ്ടാമതൊന്ന് വിളിക്കുകയാകട്ടെ നിർബന്ധിക്കുകയാവട്ടെ ഉണ്ടായില്ല. ഗൃഹപ്രവേശം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ സേതുവേട്ടനും കുടുംബവും മംഗലാപുരത്തിന് പോയി. വലിയേട്ടനും വലിയേട്ടത്തിയമ്മയും അവർക്ക് അവകാശപ്പെട്ട സാധനങ്ങളെല്ലാം പുതിയ വീട്ടിലേക്ക് മാറ്റി. യാത്ര പറഞ്ഞിറങ്ങവേ വലിയേട്ടത്തിയമ്മ ചിരിച്ചുകൊണ്ട് കമലയോട് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്കൊക്കെ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരണം. ഞങ്ങൾക്ക് പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. തറവാട് മറക്കാൻ പാടില്ലല്ലോ. കമല പുഞ്ചിരിയോടെ കേട്ടുകൊണ്ട് നിന്നു. എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിക്കിട്ടിയതിന്റെ ആഹ്ലാദം വലിയേട്ടത്തിയമ്മയുടെ കണ്ണുകളിൽ ഓളം വെട്ടുന്നത് അവൾ കണ്ടു. രാമദാസനും അവരുടെ കൂടെ പോകാൻ ഒരുങ്ങി നിന്നു. കമല അയാളോട് ചോദിച്ചു, രാമദാസേട്ടനും പോവുകയാണല്ലേ? അയാൾ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടെന്ന് പറയോ നിങ്ങള്? ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ പറഞ്ഞാൽ വലിയേട്ടൻ എന്നെ തല്ലിയാലോ? പേടിയാവുന്നു. ഞാൻ പറഞ്ഞാൽ വലിയേട്ടൻ കേൾക്കില്ല രാമദാസേട്ടാ. അവിടെ എനിക്ക് ആരാ ചോറ് തരിക? ജാനകി തരും. തന്നില്ലെങ്കില് രാമദാസേട്ടൻ ചോദിച്ചു വാങ്ങി തിന്നണം കേട്ടോ. അയ്യോ, അതെനിക്ക് പേടിയാ. ഞാൻ പോണില്ല. ഞാൻ ഇവിടെ നിൽക്കട്ടെ ചായ്പില്. ആഴം കുറഞ്ഞ ആ മനസ്സിൽ ദുഃഖത്തിന്റെ ചിറ്റോളങ്ങൾ ഉണ്ടാകുന്നത് കമല കണ്ടു. അവൾക്ക് സങ്കടം തോന്നി. അപ്പോഴേക്കും വലിയേട്ടൻ വന്ന് വിളിച്ചു, രാമദാസൻ ആ പെട്ടികളൊക്കെ എടുത്ത് കാറിൽ വെക്ക്, ചെല്ല്. അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അയാൾ പെട്ടികൾ ചുമന്നുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. ജാനകി യാത്ര പറഞ്ഞപ്പോൾ കമല അവരോട് പറഞ്ഞു, ജാനകി ചേച്ചി, രാമദാസന്റെ ആഹാരക്കാര്യം ശ്രദ്ധിക്കണം. പാവം വിളിച്ചു കൊടുത്തില്ലെങ്കിൽ പട്ടിണി കിടക്കുകയേ ഉള്ളൂ. എനിക്കറിയാം കുഞ്ഞെ, ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം അത് ഞാൻ ചെയ്യാം. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നിശബ്ദത ഒരു കനത്ത കരിമ്പടം കണക്കെ തേക്കുംകാട് മഠത്തിനെ പൊതിഞ്ഞു. അവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പരസ്പരം സംസാരിക്കാറില്ലായിരുന്നെങ്കിലും എല്ലാവരും ഒരു ശീതസമരത്തിന്റെ അസ്വസ്ഥതയിലാണ് കഴിഞ്ഞിരുന്നെങ്കിലും വീട് സജീവമായിരുന്നു. ഈ നിശബ്ദത ഇനി ഇതുമായി ഇഴുകിച്ചേരണം. തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന നാൾ മുതൽ ഭർതൃഗൃഹത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം കമലയുടെ മനസ്സിലൂടെ കടന്നുപോയി. ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി. അടുക്കളയിലെ അടുപ്പുകളിൽ സൂര്യോദയത്തിനു മുമ്പ് കാണാൻ തുടങ്ങുന്ന തീ അണഞ്ഞിരുന്നത് രാത്രിയിലാണ്. ഇന്നിപ്പോൾ ആ വലിയ പുരയിടത്തിൽ
ഇത്ര വലിയ വീട്ടിൽ താൻ ഒറ്റയ്ക്ക്. ഭർത്താവ് എത്തുമ്പോൾ പാതിരാത്രിയാകും. സേതുവേട്ടൻ പോയതിനു ശേഷം ഇവിടത്തെ ബിസിനസിന്റെ ചുമതല മുഴുവൻ അദ്ദേഹത്തിനാണ്. നേരം സന്ധ്യ കഴിഞ്ഞു. നോക്കി നോക്കി നിൽക്കെ തേക്കങ്കാട് മഠം ഒരു വലിയ രാക്ഷസനായി മാറുകയാണെന്ന് അവൾക്ക് തോന്നി. അനേകം വായുള്ള ഒരു രാക്ഷസൻ. ഓരോ മുറിയും ഓരോ വായ പോലെ, ഓരോന്നും തന്നെ വിഴുങ്ങാൻ വരുന്നത് പോലെ. അവൾക്ക് ഭയം തോന്നി. അവൾ ചാവടിയിലേക്ക് ഓടി. ചെറിയമ്മ പ്രാർത്ഥിക്കുകയാണ്. ചെറിയമ്മേ, എന്താ കമലേ, എന്തുണ്ടായി? എനിക്ക് പേടിയാവുന്നു ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട്. എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞോ? എല്ലാവരും പോയി. ജാനകി മാത്രം വന്ന് എന്നോട് യാത്ര ചോദിച്ചു. മൂത്തവൾ ഇങ്ങോട്ട് വന്നതേയില്ല. കമല അവരുടെ അടുത്ത് ചെന്നിരുന്നിട്ട് പറഞ്ഞു, ചെറിയമ്മേ വരൂ. ചെറിയമ്മ ഇനി എന്റെ കൂടെ അവിടെ താമസിക്കണം. ഈ ചാവടി ഇനി പൂട്ടിയിടാം. അവിടെ അച്ഛന്റെ മുറിയുണ്ടല്ലോ. ചെറിയമ്മയ്ക്ക് അവിടെ കിടക്കാമല്ലോ. സദാനന്ദന് ഇഷ്ടപ്പെടുമോ കുട്ടി? അവൻ നിന്നെ വഴക്കു പറയരുത്. എനിക്ക് അങ്ങോട്ട് കയറാൻ പോലും പേടിയാവുന്നു. വീട് മുഴുവൻ എന്നെ തിന്നാൻ വരുന്നെന്ന് തോന്നുന്നു. ചെറിയമ്മ അത് കേട്ട് ഒരു വലിയ തമാശ കേട്ടാൽ എന്ന പോലെ ചിരിച്ചു. സദാനന്ദന് അപ്രിയം ഒന്നും തോന്നുകയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അവൾ ചെറിയമ്മയെ വിളിച്ചുകൊണ്ട് തേക്കുംകാട് മഠത്തിൽ കയറി. പൂജാമുറിയിലും തുളസിത്തറയിലും വിളക്കുകൾ കത്തിച്ചു. അച്ഛന്റെ അടഞ്ഞുകിടന്ന മുറി ചെറിയമ്മയ്ക്കായി തുറന്നു കൊടുത്തു. ഈ ചെറിയമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈ വീടിനുള്ളിൽ താൻ എങ്ങനെ കഴിയുമായിരുന്നു എന്ന് അവൾ ഭയത്തോടെ ചിന്തിച്ചു. ഒച്ചപ്പാടുകളോ പുതിയ സംഭവ വികാസങ്ങളോ ഒന്നും കൂടാതെ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. സീമന്തിനിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള വിഷമം മാത്രമേ ഇന്ന് ചെറിയമ്മയ്ക്കുള്ളൂ. അവർ വളരെ ശാന്തയാണിപ്പോൾ. എന്നെങ്കിലും സീമന്തിനിയും ഭർത്താവും വരുമെന്നും പിന്നെ അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് ഏറ്റെടുത്ത് സമൃദ്ധിയിൽ കഴിയുമെന്നുമുള്ള വിശ്വാസത്തിൽ കഴിയുകയാണവർ. ഒരു മകളോടുള്ള വാത്സല്യം അവർക്ക് കമലയോടുണ്ട്. പക്ഷേ സദാനന്ദൻ അവരോട് സംസാരിക്കുകയോ അവരുടെ മുഖത്ത് നോക്കുകയോ പോലും ചെയ്യാറില്ലെന്നത് അവരെയും കമലയും ഒരുപോലെ വിഷമിപ്പിക്കുന്ന കാര്യമായിരുന്നു. കമല തീർത്തും അസ്വസ്ഥയാണ്. മാസങ്ങളോളമായി തന്റെ മനസ്സിനെ നോവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭയം, നിരാശ മാത്രം സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. തന്നെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. അദ്ദേഹം അത് ശ്രദ്ധിക്കുക പോലുമില്ല. എന്നുമെന്നും ഇക്കാര്യം അങ്ങോട്ട് പറയാൻ സങ്കോചം തോന്നുന്നു. പറഞ്ഞാൽ തന്നെയും കിട്ടുന്ന മറുപടി ഒന്ന് തന്നെ. കാലം മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. നമ്മൾ അത്ര വയസ്സ് ചെന്നിട്ടില്ലല്ലോ. കുറെ നാൾ കൂടി കാത്തിരിക്കാം. അടുക്കള ജോലി കഴിഞ്ഞ് ചെറിയമ്മ മയങ്ങുകയാണ്. കമല മാസിക വായിച്ചുകൊണ്ട് പൂമുഖത്തിരുന്നു. ഗേറ്റ് കടന്ന് പോസ്റ്റ്മാൻ വരുന്നത് കണ്ടു. വീട്ടിൽ നിന്നും കത്തുകൾ വന്നിട്ട് ഒരു മാസത്തിലേറെയാണ്. ഇന്നെങ്കിലും അച്ഛന്റെ കത്ത് കിട്ടിയെങ്കിൽ എന്നവൾ ആശിച്ചു. വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പോഴെല്ലാം കേൾക്കാത്ത മട്ടിൽ നിൽക്കുകയാണ് ഈയിടെ ഭർത്താവിന്റെ പതിവ്. അവൾ പോസ്റ്റ്മാൻ നീട്ടിയ കത്തുകൾ വാങ്ങിച്ചു. 2 എണ്ണം അദ്ദേഹത്തിനുള്ളതാണ്, 1 തനിക്കും. കൈപ്പട കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അച്ഛന്റെ കത്ത് തന്നെ. അവളുടെ മുഖത്ത് സന്തോഷത്തിന്റെ പ്രകാശം പരന്നു. ധൃതിയിൽ കത്ത് പൊട്ടിച്ചു വായിക്കാൻ തുടങ്ങി. കത്തിലെ അവസാന വരികൾ വായിച്ചപ്പോൾ സന്തോഷം കണ്ണീരായി കണ്ണുകളിൽ തുളുമ്പി. ഞാൻ നാഗമഠത്തിൽ പോയിരുന്നു. അവിടുത്തെ വീട്ടുകാരി കുട്ടി പ്രസവിച്ചു. ആൺകുട്ടിയാണ്. സീമന്തിനിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കാതിരിക്കാനാണ് അച്ഛൻ തെളിച്ചെഴുതാത്തതെന്ന് കമല ഓർത്തു. സീമന്തിനിക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു. ചെറിയമ്മയെ വിവരം അറിയിക്കാനായി അവൾ അവരുടെ മുറിയിൽ പോയി. അവർ സുഖമായി ഉറങ്ങുകയാണ്. വിളിച്ചുണർത്തണോ? വേണ്ട, അവർ ഉണരട്ടെ, പിന്നെ പറയാം. എന്തോ ധൃതിയിൽ ചെറിയമ്മയുടെ ഈ സന്തോഷ വാർത്ത പറയാൻ മനസ്സിന്റെ അസ്വാസ്ഥ്യം അനുവദിച്ചില്ല. അവൾ കത്തുമായി മുറിയിൽ കയറി വാതിലടച്ചു. സീമന്തിനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചെന്നറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷത്തിന്റെ അത്ര തന്നെ ദുഃഖം അവളുടെ ഹൃദയത്തെ കോറി മുറിക്കാൻ തുടങ്ങി. തനിക്കിതുവരെ ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ആരോടാണ് പറയേണ്ടത്? കണ്ണീർ ചിറമുറിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അതിന്റെ നനവ് അനുഭവപ്പെട്ടത് തേക്കുംകാട് മഠത്തിലെ നിശബ്ദതയ്ക്ക് മാത്രം. അധ്യായം 41. ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ്. വൃക്ഷത്തിൽ നിന്നും പഴുത്തിലകൾ കൊഴിയുന്നത് പോലെ. കായ്ക്കാത്ത വൃക്ഷത്തിലെ ഇലകൾ. തന്റെ ജീവിതം കായ്ക്കാത്ത വൃക്ഷം പോലെയാണോ? പ്രതീക്ഷകളെല്ലാം ചവിട്ടി നശിപ്പിച്ചുകൊണ്ട് മാസങ്ങൾ കടന്നു പോകുന്നു. കമല ദീർഘമായി നിശ്വസിച്ചു. ചെറിയമ്മ വർണ്ണപ്പൊടികൾ ഉണ്ടാക്കുകയാണ്. തുളസിത്തറയിൽ ചിത്രം വരയ്ക്കാനുള്ള സപ്തവർണ്ണത്തിലുള്ള പൊടികൾ. കാർത്തിക മാസം തുടങ്ങാൻ പോകുന്നു.
രാവിലെ കുളിച്ച് തുളസിത്തറയിൽ നിറമുള്ള പൊടി കൊണ്ട് ചിത്രം വരയ്ക്കണം. നാട്ടിൽ അമ്മ കാർത്തിക വ്രതം നോൽക്കാറുണ്ട്. തങ്ങൾ മക്കൾ രാവിലെ ഉണർന്നു വരുമ്പോഴേക്കും തുളസിത്തറയിൽ നിറമുള്ള കോലങ്ങൾ വരച്ചിട്ടിരിക്കുന്നത് കാണാം. എന്തെല്ലാം ചിത്രങ്ങൾ! സീതാദേവിയുടെ മഞ്ചൽ, ശ്രീകൃഷ്ണന്റെ പാദം, ശ്രീചക്രം. കഴിഞ്ഞ കാർത്തിക മാസങ്ങളിൽ വലിയേട്ടത്തിയമ്മയാണ് ഇവിടെ അത് ചെയ്തിരുന്നത്. ചെറിയമ്മ ഏതോ പാട്ട് ഈണത്തിൽ മൂളിക്കൊണ്ട് പൊടികൾ ചെപ്പുകളിൽ നിറച്ചു വെക്കുകയാണ്. ചെറിയമ്മ ഇപ്പോൾ പഴയ ചെറിയമ്മയെ അല്ല, ലേശം തടിച്ചിട്ടുണ്ട്. നല്ല നിറം, കവിളുകളിൽ സിന്ദൂരം പറന്നു വീണതുപോലുള്ള ഇളം ചുവപ്പ്. എന്ത് ചെറുപ്പം! ഇവർ ഇപ്പോഴും അവരുടെ 30കളിലാണല്ലോ. സീമന്തിനിയുടെ മകനെ എന്ന് കാണാൻ പറ്റും എന്ന് അവർ ആരോടെന്നില്ലാതെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ മകളുടെ കാര്യം പറഞ്ഞ് അവർ ഖേദിക്കാറില്ല. അവളുടെ സ്വത്ത് ഇവിടെ കിടക്കുകയല്ലേ, എന്നെങ്കിലും വരാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് സമാധാനിക്കും. സ്വത്ത് മറ്റുള്ളവർ അനുഭവിക്കുന്നത് പക്ഷേ ചെറിയമ്മ അറിയുന്നില്ല. പാവം. കമലേ, ഇതാ പൂജാമുറിയിൽ എടുത്തു വെച്ചോളൂ കുട്ടി. 7 നിറങ്ങളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, അവർ പറഞ്ഞു. അരികുകളിൽ കൊത്തുപണികളോട് കൂടിയ പഞ്ചലോഹ പട്ടുവെച്ച് പിടിപ്പിച്ച ചന്ദന പെട്ടകത്തിനുള്ളിൽ ധൂളിച്ചിപ്പുകൾ നിരത്തിവെച്ചു. ഭംഗിയുള്ള ആ പെട്ടകത്തിന്മേൽ വലിയേട്ടത്തിയമ്മയ്ക്ക് നോട്ടമുണ്ടായിരുന്നു. പൂജാമുറിയിലിരിക്കുന്ന സാധനങ്ങളൊന്നും വീതിച്ചു കൊണ്ടു പോകേണ്ടെന്നും അവ തറവാട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നും ഇളയ കൊച്ചച്ഛൻ പറഞ്ഞതുകൊണ്ട് അവർ എടുത്തില്ലെന്നേയുള്ളൂ. ചെറിയമ്മ ചോദിച്ചു, കമലയ്ക്കറിയോ തുളസിത്തറയിൽ ചിത്രമിടാൻ? അമ്മ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. കുറെ എണ്ണം അമ്മമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണവർ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുമായിരുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. പൂമുഖത്ത് ചെന്ന് നോക്കിയപ്പോൾ കമലയ്ക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. അച്ഛനാണ്. എത്ര നാളായി അച്ഛനെ കണ്ടിട്ട്! അവൾ പൂമുഖവാതിൽ തുറന്ന് അച്ഛന്റെ അടുത്തേക്ക് ഓടി. അച്ഛൻ അവളെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു, എന്നെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അല്ലേ? വരുന്ന വിവരത്തിന് എഴുത്തുപോലും അയച്ചില്ലല്ലോ അച്ഛാ. പെട്ടെന്ന് തീരുമാനിച്ചതാ മോളെ. അവൾ അകത്ത് കയറി. കമല അടുക്കളയിലേക്കോടി ചെറിയമ്മയോട് പറഞ്ഞു, എന്റെ അച്ഛൻ വന്നിരിക്കുന്നു ചെറിയമ്മേ. ഓ, മതിയോ ഈ കറികളെല്ലാം? അച്ഛന് പ്രത്യേകമായി വല്ലതും ഒരുക്കണോ കുട്ടി? വേണ്ട, പോയി സംസാരിക്കൂ. 1-2 കൂട്ടം കൂടി ഒരുക്കാം. കമല അച്ഛന്റെ അടുത്ത് ചെന്നിരുന്നു. 1 ഗ്ലാസ് പാലോ കാപ്പിയോ കൊണ്ടുവരട്ടെ അച്ഛാ? വേണ്ട, ഉണ്ണുന്ന സമയം ആയി വരുന്നല്ലോ. ഇപ്പോൾ ഒന്നും വേണ്ട, ഇനി ഉണ്ടാൽ മതി. സദാനന്ദൻ എപ്പോൾ വരും മോളെ? ഊണ് കഴിക്കാൻ വരും അച്ഛാ. ഇപ്പോഴിങ്ങെത്തും. എത്തുന്ന സമയമായി. ഞാൻ വന്നതെന്തിനെന്നറിയണ്ടേ? എന്നെ കാണാൻ. അല്ലാതെന്താ? നിന്നെ കാണാനും പിന്നെ നിന്റെ അനുജന്റെ ഉപനയനത്തിന് ക്ഷണിക്കാനും. അവന്റെ ഉപനയനം നിശ്ചയിച്ചോ? അടുത്ത വെള്ളിയാഴ്ച. നിന്നെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. വിടുമോ സദാനന്ദൻ? ഞാൻ ചോദിച്ചു നോക്കാം. വീട്ടിലെ വിശേഷങ്ങൾ കേട്ടുകൊണ്ട് അച്ഛന്റെ അടുത്തിരുന്നു. ഗേറ്റിൽ കാറിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹം എത്തിയെന്ന് തോന്നുന്നു. കാർ തുളസിത്തറയ്ക്കടുത്ത് വന്നു നിന്നു. അയാൾ കാറിൽ നിന്നിറങ്ങിയ ഉടനെ കമല ചോദിച്ചു, കമല പറഞ്ഞു, അച്ഛൻ വന്നിട്ടുണ്ട്. സദാനന്ദൻ അച്ഛനെ കണ്ടയുടനെ ഭവ്യതയോടെ ചിരിച്ചു. പിന്നെ ചോദിച്ചു, അച്ഛൻ വന്നത് വിശേഷിച്ച്? കമലയാണ് മറുപടി പറഞ്ഞത്. അനുജന്റെ ഉപനയനം നിശ്ചയിച്ചിരിക്കുന്നുവത്രേ. നമ്മളെ ക്ഷണിക്കാൻ വന്നതാണ്. അച്ഛൻ പറഞ്ഞു, നീ ചെന്ന് ഊണ് വിളമ്പ് മോളെ. നമുക്കിനി ഊണ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. സദാനന്ദന് വിശക്കുന്നുണ്ടാവും. ചെറിയമ്മയും കമലയും ചേർന്ന് അവർക്ക് ഊണ് വിളമ്പി. ചെറിയമ്മ പാൽപ്പായസം തയ്യാറാക്കിയിരിക്കുന്നു. നാടൻ നുറുങ്ങരിയിട്ട് വെക്കുന്ന പാൽപ്പായസം അച്ഛന് വളരെയേറെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കൽ ചെറിയമ്മയോട് പറഞ്ഞിരുന്നു. എത്ര പെട്ടെന്ന് അവരത് പാകപ്പെടുത്തി കഴിഞ്ഞു. ഊണ് കഴിഞ്ഞ് പൂമുഖത്തിരുന്ന് അച്ഛൻ സദാനന്ദനുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഊണ് കഴിച്ചതിന് ശേഷം കമലയും അവരുടെ അടുത്ത് ചെന്നിരുന്നു. സദാനന്ദൻ പറഞ്ഞു, ഞാൻ തിങ്കളാഴ്ച ബോംബെ വരെ പോവുകയാണ്. വ്യാഴാഴ്ചത്തെ ഫ്ലൈറ്റിന് ഞാൻ തിരിച്ചെത്തും. എന്തായാലും ഉപനയന ദിവസം ഞങ്ങൾ കണിശമായും അവിടെ കാണും. കമല പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, അച്ഛൻ ഇന്ന് തന്നെ എന്നെയും കൂടെ കൊണ്ടുപോകാനാണ് വന്നത്. സദാനന്ദൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, ഇന്ന് തന്നെയോ? നിനക്ക് ചൊവ്വാഴ്ച പോയാൽ പോരെ? തിങ്കളാഴ്ച ഞാൻ ബോംബെക്ക് പോവുകയല്ലേ. ചൊവ്വാഴ്ച നിന്നെയും കൊണ്ട് നാട്ടിൽ പോകണമെന്ന് ഞാൻ ഡ്രൈവർ അമ്മാവനോട് പറയാം. വ്യാഴാഴ്ച രാത്രി തന്നെ ഞാനും അവിടെ എത്താം.
അച്ഛൻ പറഞ്ഞു, അത് മതി മോളെ, സദാനന്ദൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, ചൊവ്വാഴ്ച വന്നാൽ മതി. രാത്രി വണ്ടിക്ക് തന്നെ അച്ഛൻ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പോകുന്നതിനു മുമ്പ് തളത്തിൽ വന്ന ചെറിയമ്മയെയും ഉപനയനത്തിന് ക്ഷണിക്കാൻ അച്ഛൻ മറന്നില്ല. സീമന്തിനെക്കുറിച്ച് യാതൊന്നും ചോദിക്കാനുള്ള അവസരം തനിക്ക് കിട്ടിയില്ല. ആരും അറിയാതെ വേണമല്ലോ അക്കാര്യവും അന്വേഷിക്കാൻ. ഞായറാഴ്ച രാത്രി സദാനന്ദൻ ഒരു ചെറിയ പാക്കറ്റ് കമലയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇത് നിന്റെ അനിയന് ഭിക്ഷ കൊടുക്കാനാണ്, മതിയോ എന്ന് നോക്ക്. അവൾ തുറന്നു നോക്കി. വെള്ളക്കല്ല് പതിച്ച ഒരു കട്ടി മോതിരവും കുറെ 100 രൂപ നോട്ടുകളും. സദാനന്ദൻ പറഞ്ഞു, മോതിരം 1 പവനുണ്ട്, പോരെ? പിന്നെ ഭിക്ഷാപാത്രത്തിലിടാൻ 1001 രൂപയും മതിയോ? മതി. ഇത് നീ പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി. ചൊവ്വാഴ്ച രാവിലെ നിന്നെയും കൊണ്ട് നാട്ടിൽ പോകണമെന്ന് ഞാൻ ഡ്രൈവർ അമ്മാവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്താഴം കഴിഞ്ഞ് കിടന്നപ്പോൾ അയാൾ ചോദിച്ചു, നാളെ രാവിലെ ഞാൻ പോവുകയാണ്. ബോംബെയിൽ നിന്ന് എന്താണ് നിനക്കായി വാങ്ങിക്കൊണ്ടുവരേണ്ടത്? ഒന്നും വേണ്ട, എല്ലാം ആവശ്യത്തിലധികമുണ്ടല്ലോ എനിക്ക്. വ്യാഴാഴ്ച തന്നെ എന്റെ വീട്ടിലെത്തിയാൽ മാത്രം മതി. അല്പനേരത്തെ മൗനത്തിന് ശേഷം അയാൾ പെട്ടെന്ന് ഈർഷ്യയോടെ പറഞ്ഞു, ഓർക്കും തോറും കലി കയറുകയാണ് എനിക്ക്. എന്തുണ്ടായി ഇത്ര പെട്ടെന്ന്? എന്താ കാരണം? അവൾ ഉദ്യോഗത്തോടെ ചോദിച്ചു. അയാൾ പറഞ്ഞു, നവരത്നം പതിച്ച നെക്ലേസ് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അണിയാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ചെയ്യിച്ചതായിരുന്നോ ഞാൻ? അതിലെ ചില കല്ല് കിട്ടാൻ പോലും പ്രയാസമാണ്. നീ ദാനം ചെയ്തില്ലേ അത് കണ്ടവർക്ക്? അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു, കണ്ടവളാണോ അവൾ? നിങ്ങളുടെ സഹോദരിയല്ലേ? വേണ്ട, ഒന്നും പറയണ്ട, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. അവൾ പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല. രാവിലെ തന്നെ അയാൾ ബോംബെക്ക് പുറപ്പെട്ടു. പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കമല ചെറിയമ്മയോട് പറഞ്ഞു, നാളെ രാവിലെ ഡ്രൈവർ വരും, ചെറിയമ്മയും വരണം എന്റെ കൂടെ വീട്ടിലേക്ക്. അവർ വാത്സല്യത്തോടെ പറഞ്ഞു, ഞാൻ വരണില്ല കുട്ടി. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അമ്മയെയും മറ്റും കാണണമെന്നുണ്ട്. പക്ഷെ വേറൊരവസരത്തിലാവട്ടെ. പൂജാമുറിയിലെ മുരളീകൃഷ്ണന്റെ മുന്നിൽ ഒരു ദിവസം പോലും വിളക്ക് കത്തിക്കാതിരിക്കരുതെന്ന് സീമന്തിനിയുടെ അച്ഛൻ എന്നും പറയുമായിരുന്നു. ഇവിടത്തെ ഐശ്വര്യത്തിന് കാരണം ആ വെളിച്ചമാണെന്ന് പറയുമായിരുന്നു. ഞാനും കൂടെ വന്നാൽ വീട് പൂട്ടേണ്ടി വരും. തേക്കുംകാട് മഠത്തിന്റെ ചരിത്രത്തിൽ ഒറ്റ ദിവസം പോലും അത് പൂട്ടിക്കിടന്നിട്ടില്ല. ഇന്നിപ്പോൾ നിനക്കു മാത്രമായി ഈ വീട് കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ ഐശ്വര്യം കെടുത്തണ്ട. മുരളീകൃഷ്ണന്റെ മുന്നിൽ ഞാൻ വിളക്ക് കത്തിക്കാം. പുറം വേലക്കാരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മടങ്ങി വരുന്നത് വരെ രാത്രി ഇവിടെ കിടക്കാൻ വരണമെന്ന്. ചെറിയമ്മയുടെ ഇഷ്ടം, അവൾ പറഞ്ഞു. രാത്രി കിടന്നപ്പോൾ നാളെ സ്വന്തം വീട്ടിൽ പോകാമല്ലോ എന്ന ചിന്ത ഹൃദയത്തിൽ സന്തോഷം വിടർത്തി. രാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് തുളസിത്തറയ്ക്ക് മുന്നിൽ കോലം വരച്ചു. ഡ്രൈവർ എത്തിയ ഉടനെ ഒരുങ്ങിയിറങ്ങി. കാറിനടുത്ത് വരെ ചെറിയമ്മ വന്നു. കാറിനുള്ളിൽ കയറവേ കമല അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ചെറിയമ്മയ്ക്ക് പേടിയൊന്നുമില്ലല്ലോ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ? അവർ ചിരിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, സ്വർണപ്പല്ലന്റെ വിരല് മുറിച്ച കത്തി തലയിണ കീഴിൽ തന്നെയുണ്ട്. മൂർച്ചയും അതുപോലെ തന്നെ ഉണ്ട് ഇതിന്. ഒട്ടും കുറഞ്ഞിട്ടില്ല. കമല ചിരിച്ചു. എങ്കിലും ഞങ്ങൾ വന്നതിന് ശേഷം വിട്ടാൽ മതി വേലക്കാരിയെ. അതത്രയുള്ളൂ. നീ സമാധാനമായി പോയി വാ. എല്ലാവരെയും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയാം. കാറിൽ ഒറ്റയ്ക്കിരുന്നുള്ള യാത്ര മുഷിപ്പനാണ്. എത്ര മണിക്കൂർ ഇരുന്നാലാണ് നാട്ടിലെത്തുക? ഉച്ചഭക്ഷണം പാത്രത്തിലാക്കി തന്നിട്ടുണ്ട് ചെറിയമ്മ. നാട്ടിലെത്തുന്നത് വരെ അവൾ വാരികകളും മാസികകളും വായിച്ചുകൊണ്ടിരുന്നു. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ കാർ വീട്ടുമുറ്റത്തെത്തി. കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അമ്മയും ചിരിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു. അച്ഛൻ എവിടെ അമ്മേ? ഉപനയനത്തിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുമായി കമ്പോളത്തിൽ പോയിരിക്കുകയാണ്. രാത്രി സഹോദരങ്ങളും ഒത്തിരുന്ന് അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ സാധനങ്ങളുമായി എത്തിയത്. മുറ്റത്തെത്തിയപ്പോഴേ അച്ഛൻ വിളിച്ചു ചോദിക്കുന്നത് കേട്ടു, എന്റെ കമല എത്തിയോ? ഊണ് കഴിഞ്ഞ് പൂമുഖത്തിരുന്നപ്പോൾ അച്ഛനോട് രഹസ്യമായി ചോദിച്ചു, അച്ഛാ, എന്റെ നാത്തൂന്റെ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു? സുഖം തന്നെയാണോ അവർക്കൊക്കെ? രവീന്ദ്രന് ജോലി വല്ലതും കിട്ടിയോ? അച്ഛൻ എന്തോ ഓർത്തിട്ടെന്ന പോലെ പറഞ്ഞു, ആ, നിന്നോടത് പറയാൻ മറന്നു. നാളെ ഞാൻ നാഗമഠത്തിൽ പോകുന്നുണ്ട്. ഉപനയനത്തിന് മുൻപായി കാവിൽ ഒരു വഴിപാട് തീർക്കാനുണ്ട്. ഇന്നലെ തന്നെ പോകാനിരുന്നതാണ്. പിന്നെ നീ വന്നിട്ടാവാമെന്ന് കരുതി. നീ വരുന്നോ?
എന്റെ കൂടെ നിന്റെ നാത്തൂനെയും കുഞ്ഞിനെയും കാണുകയും ചെയ്യാം. സദാനന്ദൻ വ്യാഴാഴ്ചയല്ലേ എത്തൂ? കമല രണ്ടാമതൊന്ന് ആലോചിക്കാൻ കാത്തു നിൽക്കാതെ പറഞ്ഞു. ഞാൻ വരുന്നച്ഛാ, എനിക്ക് അവളെ കാണണം. എങ്കിൽ നാളെ വെളുപ്പിനെ ഒരു ബസ്സുണ്ട്, അതിലങ്ങ് പോകാം. രാത്രിയാകുമ്പോഴേനു മുൻപേ മടങ്ങിയെത്തുകയും ചെയ്യാം. കാറിൽ പോകാമായിരുന്നു. പക്ഷേ ഡ്രൈവർ അമ്മാവന് സീമന്തിനിയെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അങ്ങേരറിഞ്ഞാൽ കുഴപ്പമാകും. അദ്ദേഹത്തിന്റെ വലങ്കൈയാണ് ഡ്രൈവർ അമ്മാവൻ. വേണ്ട, നമുക്ക് ബസ്സിന് തന്നെ പോകാം. അതിരാവിലെ അച്ഛന്റെ കൂടെ ഒരുങ്ങിയിറങ്ങി. എത്ര നാളായി സീമന്തിനിയെ കണ്ടിട്ട്? 2 വർഷമാകാൻ പോകുന്നു. തന്നെ കാണുമ്പോൾ എന്തായിരിക്കും അവളുടെ പ്രതികരണം? ബസ്സിറങ്ങി കുറേ ദൂരം നടന്നു. കൊച്ചുനാളിൽ വന്നതാണിവിടെ. അന്ന് മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശി മരിച്ചതിന് ശേഷം വന്നിട്ടേയില്ല. വഴിപാട് കഴിക്കാൻ അച്ഛൻ മാത്രം വന്നിട്ട് പോവുകയാണ് പതിവ്. നിരപ്പല്ലാത്ത ചെങ്കൽപാത വളഞ്ഞു പുളഞ്ഞു കിടക്കുകയാണ്. അച്ഛൻ കൈ ചൂണ്ടിക്കാണിച്ചു. അതാ ആ കാണുന്നതാണ് വീട്. ഇവിടെ എന്നും എല്ലാം പഴയതുപോലെ തന്നെയാണ് അല്ലേ അച്ഛാ? ഇവിടം പഴയതുപോലെ തന്നെയാണ്. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ് മോളെ. ഒരു പുരോഗതിയും ഇല്ലാതെ അങ്ങനെ അങ്ങ് കിടക്കും. മോക്ഷം കാത്തു കിടക്കുന്ന അഹല്യയെ പോലെ. വീടിന്റെ മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. മുറ്റം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇളം തണ്ണ കഴുകിയിട്ടിരിക്കുന്നു. ജനലഴികളിൽ നിന്നും തെങ്ങിലേക്ക് വലിച്ചു കെട്ടിയ അയയിൽ 3-4 കുഞ്ഞുടുപ്പുകൾ, ഒരു സാരി. ഈ സാരി ഇങ്ങോട്ടിറങ്ങി വന്നതിന്റെ തലേന്ന് താൻ അവൾക്ക് കൊടുത്തതാണ്. അച്ഛൻ വാതിലിൽ മുട്ടി. അകത്ത് പതിഞ്ഞ സംസാരം കേൾക്കാം. സ്ത്രീ ശബ്ദവും പുരുഷ ശബ്ദവും. രവീന്ദ്രൻ അകത്തുണ്ടാവും. സാക്ഷ നീക്കുന്ന ശബ്ദം. വാതിൽ തുറന്നു. രവീന്ദ്രനാണ്. കമലേട്ടത്തിയമ്മ, അയാൾ അത്ഭുതത്തോടെ പറഞ്ഞു. പിന്നെ സീമന്തിനിയെ ഉറക്കെ വിളിച്ചു. സീമന്തിനി, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ. കുളി കഴിഞ്ഞ് തോർത്തുകൊണ്ട് മുടി ചുറ്റിക്കെട്ടിയ വേഷത്തിൽ അവൾ അകത്തു നിന്നും എത്തി നോക്കി. എന്റെ കമലേട്ടത്തിയമ്മ, ഏട്ടത്തിയമ്മേ. അവൾ സ്ഥലം മറന്നു, പ്രായം മറന്നു. ഒരു പിഞ്ചു കുട്ടിയുടെ ഭാവത്തോടെ ഇരു കൈകളും നീട്ടിക്കൊണ്ട് പാഞ്ഞു വന്ന് അവൾ കമലയെ കെട്ടിപ്പിടിച്ചു. എന്റെ ഏട്ടത്തിയമ്മ, എന്റെ ഏട്ടത്തിയമ്മ. അവൾ ഗദ്ഗതത്തോടെ ഉരുവിട്ടു. അവളുടെ കണ്ണുകളോട് ചേർന്നിരുന്ന തന്റെ ചുമലിന്റെ ഭാഗത്ത് കണ്ണീരിന്റെ ചൂട് കമലയ്ക്ക് അനുഭവപ്പെട്ടു. കമലയുടെ കണ്ണുകളും ഈറനാവുകയായിരുന്നു. സീമന്തിനിയുടെ മുഖം പിടിച്ചുയർത്തി കമല പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എവിടെ നിന്റെ മോൻ? അവൾ പറഞ്ഞു, ഉറങ്ങുകയാണ് ഏട്ടത്തിയമ്മേ, അകത്ത് വരൂ. അവൾ കമലയുടെ കൈ പിടിച്ച് കൊണ്ട് അകത്തെ മുറിയിൽ കയറി. അധ്യായം 42. തുണിത്തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് കമല തെരുതെരെ ചുംബിച്ചു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. സീമന്തിനിയുടെ കുഞ്ഞിനെ കണ്ടതുകൊണ്ടുള്ള സന്തോഷവും ഒപ്പം തന്റെ സ്വകാര്യ ദുഃഖവും അതിൽ അലിഞ്ഞു ചേർന്നിരുന്നു. രവീന്ദ്രനും കമലയുടെ അച്ഛനും കൂടി വഴിപാട് കഴിക്കാനായി കാവിൽ പോയി. ഉറങ്ങുന്ന കുഞ്ഞിനെ മടിയിൽ കിടത്തി വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് കമല സീമന്തിനിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവൾ ഇറങ്ങി വന്നതിന് ശേഷം തേക്കുംകാട് മഠത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം കമല അവളോട് പറഞ്ഞു. അമ്മ ഇപ്പോൾ സന്തോഷമായി കഴിയുന്നു എന്നറിഞ്ഞപ്പോൾ സീമന്തിനിക്ക് ആശ്വാസമായി. ചെറിയമ്മയെ വഞ്ചിച്ച് സ്വത്ത് കൈവശപ്പെടുത്തിയ കാര്യം മാത്രം കമല അവളോട് പറഞ്ഞില്ല. അസുഖം ജനിപ്പിക്കുന്ന അക്കാര്യം പറഞ്ഞ് അവളുടെ സന്തോഷം കെടുത്തുണ്ടെന്ന് കരുതി. സീമന്തിനിയുടെ ശരീരം നന്നായിട്ടില്ലെന്ന് മാത്രമല്ല, ചെറിയ വിളർച്ചയും അവളുടെ മുഖത്തുണ്ടെന്ന് കമല കണ്ടു. രവീന്ദ്രന് നല്ല ജോലി കിട്ടിയില്ലെന്നറിഞ്ഞപ്പോൾ കമലയ്ക്ക് വിഷമം തോന്നി. പട്ടണത്തിലെ ക്ഷേത്രത്തിൽ പൗരോഹിത്യം നിർവഹിച്ചു കിട്ടുന്ന പണം ചെലവിന് തികയില്ലായിരിക്കും. സഹായിക്കണമെന്നുണ്ടെങ്കിലും തനിക്കതിന് നിവൃത്തിയില്ലല്ലോ. വീട്ടിൽ തനിക്ക് പണം കൈകൊണ്ട് തൊടേണ്ടി വരാറില്ല. തന്റെ ആവശ്യത്തിനും വീട്ടിലെ ആവശ്യത്തിനും വേണ്ട വസ്തുക്കൾ ആവശ്യത്തിലധികം അദ്ദേഹം എത്തിക്കാറുണ്ടെന്നിരിക്കെ എന്ത് കാരണം പറഞ്ഞ് പണം ആവശ്യപ്പെടുക? കമല ചോദിച്ചു. നിനക്ക് ക്ഷീണമുണ്ടല്ലോ കുട്ടി. പ്രസവ ശുശ്രൂഷയൊന്നും നിനക്ക് കിട്ടിക്കാണില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല ഏട്ടത്തിയമ്മേ. രവീന്ദ്രേട്ടൻ ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ അങ്ങേ പുരയിടത്തിലെ ആളുകൾ ശരീരം കൊണ്ട് എന്ത് സഹായവും ചെയ്തിരുന്നു. താഴ്ന്ന ജാതിക്കാരാണ്, പക്ഷേ എത്ര നല്ലവർ. വീട്ടിൽ വച്ചായിരുന്നു ഏട്ടത്തിയമ്മയെ പ്രസവം. ദിവസം എത്തുന്നതിന് മുൻപ് തന്നെ പ്രസവിച്ചു. രവീന്ദ്രേട്ടൻ പട്ടണത്തിൽ പോയതായിരുന്നു. പെട്ടെന്ന് വേദന വന്നു. അങ്ങേതിലെ ശാരദ ചേച്ചി ഓടിച്ചെന്ന് ഇവിടുത്തെ ഒരു നാട്ടുപതിച്ചിയെ വിളിച്ചുകൊണ്ടുവന്നു.
ആശുപത്രിയിൽ കൊണ്ടുപോകാനും ആരുമില്ലായിരുന്നു. ശാരദ ചേച്ചിയുടെ അമ്മ എവിടെയോ ചെന്ന് കാറ് വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും പ്രസവം കഴിഞ്ഞിരുന്നു. രവീന്ദ്രേട്ടൻ വൈകുന്നേരം വന്നപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. വാതോരാതെയുള്ള അവളുടെ സംസാരത്തിന് മാറ്റമില്ല. ചിരിച്ചുകൊണ്ടുള്ള ആ സംസാരം, ആ നിഷ്കളങ്കത എല്ലാം പഴയതുപോലെ തന്നെ. കമല പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, പണത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? അവൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ പുഞ്ചിരിച്ചതേയുള്ളൂ. പക്ഷേ ദൃഷ്ടികളിൽ എവിടെയോ നേർത്ത നിരാശ പതിയിരിക്കുന്നത് കാണാം. ഊണ് തയ്യാറാക്കുന്നതിനിടയിൽ അവൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. 2 വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞറിയിക്കാനും ചോദിച്ചറിയാനുമുണ്ടായിരുന്നു അവൾക്ക്. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കമല രവീന്ദ്രനോട് ചോദിച്ചു, നല്ല ജോലിയൊന്നും ആയില്ല അല്ലേ? ഇല്ല ഏട്ടത്തിയമ്മേ, BA ഡിഗ്രി പെട്ടിക്കുള്ളിൽ നിദ്രയിലാണ്. ഒട്ടും ഉടയാതെ തന്നെ കിടപ്പുണ്ട്. ഇതുവരെ പുറത്തെടുക്കേണ്ട ആവശ്യം വന്നില്ല. അയാൾ പഴയതുപോലെ നർമ്മരസം കലർന്ന ഭാവത്തിലാണ് പറഞ്ഞതെങ്കിലും നിരാശയുടെ ചുവ ആ ശബ്ദത്തിലുണ്ടായിരുന്നു. അയാൾ തുടർന്നു, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സർക്കാർ പരീക്ഷ എഴുതിയിരുന്നു. ജയിച്ചു. സാമാന്യം ഭേദപ്പെട്ട റാങ്കും ഉണ്ട്. പക്ഷേ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞാലും നിയമനം നടക്കുന്ന ലക്ഷണമില്ല ഏട്ടത്തിയമ്മേ. പോരെങ്കിൽ പൂണൂലുള്ളതുകൊണ്ട് എന്റെ ഊഴം പിന്നോട്ടു പോവുകയേ ഉള്ളൂ. ഇനി ഇപ്പോൾ അത് കിട്ടുമെന്ന ആശയും കളഞ്ഞു. അച്ഛൻ പറഞ്ഞു. ചട്ടങ്ങൾ മാറിക്കഴിഞ്ഞു. കഴിവിനൊന്നും പരിഗണനയില്ലാതായി. സാമ്പത്തിക സ്ഥിതിയും പരിഗണിക്കാറില്ല. രവീന്ദ്രൻ, എന്തായാലും ഇനിയും ശ്രമിക്കുക. നമ്മുടെ പക്ഷത്തു നിന്നും ശ്രമം ഇല്ലായിരുന്നു എന്ന് വരരുത്. പ്രായപരിധി കഴിയുന്നതുവരെ ശ്രമിക്കുക. ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും. പ്രതീക്ഷയോടെയല്ല. അല്പസമയം കഴിഞ്ഞ് വലിയൊരു തമാശ പറയുന്ന ഭാവത്തിൽ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട് ഏട്ടത്തിയമ്മേ. നാട്ടിൽ ക്ഷേത്രങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ പട്ടിണി കിടക്കാതെ കഴിയും. കുലത്തൊഴിൽ എന്തായാലും വശമുണ്ടല്ലോ. ആ ചിരി ഉള്ളിൽ തട്ടിയ ചിരിയായിരുന്നില്ല. തകരാൻ തുടങ്ങിയ പ്രതീക്ഷകളുടെ ദൈന്യത ആ ചിരിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഉറക്കമുണർന്ന കുഞ്ഞ് അപരിചിതരെ കണ്ട് കരയാൻ തുടങ്ങി. കുഞ്ഞിനെ കമല നിമിഷങ്ങൾക്കകം മയക്കിയെടുത്തു. അവൾ അതിനെ താലോലിച്ചുകൊണ്ടിരുന്നു. ഒറ്റ നോട്ടത്തിൽ രവീന്ദ്രന്റെ തനിപ്പകർപ്പാണ് മോനെന്ന് തോന്നും. പക്ഷെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ സീമന്തിനിയുടെ എന്തൊക്കെയോ ലക്ഷണങ്ങൾ അതിന്റെ മുഖത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് കാണാം. 2 പേരുടെയും സമ്മിശ്ര ഛായ. കമല ചോദിച്ചു, എന്താണ് മോനിട്ടിരിക്കുന്ന പേര്? വേണു. നിന്റെ മോൻ ഒരു തങ്കക്കട്ടി തന്നെയാണ് സീമന്തിനി. സീമന്തിനി അത് കേട്ട് സംതൃപ്തിയോടെ ചിരിച്ചു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഏട്ടത്തിയമ്മേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. ഏട്ടത്തിയമ്മയ്ക്ക് ഇതുവരെ എന്താ വിശേഷമൊന്നും ഉണ്ടാകാത്തത്? ഇപ്പോഴൊന്നും വേണ്ടെന്ന് വെച്ചതാണോ? കമല ആദ്യം മറുപടിയൊന്നും പറഞ്ഞില്ല. മനസ്സിൽ ദുഃഖത്തിന്റെ ഓളങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ തന്റെ സ്വകാര്യ ദുഃഖം സീമന്തിനി അറിയുന്നത് അവൾക്ക് ഇഷ്ടമല്ല. കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ ശ്രമിച്ചു. കുഞ്ഞിനെ ലാളിക്കുന്നതിനിടയിൽ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല കുട്ടി. വിശേഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാവട്ടെ. സാരമില്ലെന്ന ഭാവത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സാകെ ഉരുണ്ടു വരികയായിരുന്നു. കാണുന്നവരെല്ലാം ഇപ്പോൾ അത് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പരീക്ഷയിൽ തോറ്റ കുട്ടിയുടെ ഭാവത്തിൽ അവരുടെയൊക്കെ മുമ്പിൽ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അച്ഛന്റെ ശബ്ദം കേട്ടു. കമലു, ഇനി വേഗം ഇറങ്ങാം. ഇങ്ങോട്ട് ഒരു ബസ്സേ ഉള്ളൂ ഇനി. അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമാകും. സീമന്തിനി കമലയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഏട്ടത്തിയമ്മ ഇനിയും വരണം ഇതുപോലെ. എനിക്ക് അമ്മയെ കാണണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാണത് സാധിക്കുക? കമലയുടെ അച്ഛൻ പറഞ്ഞു, മകന്റെ ഉപനയനത്തിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നില്ല, മനഃപൂർവ്വം തന്നെ. സദാനന്ദൻ വരും. നിങ്ങളെ കാണുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് കരുതിയാണ്. സാരമില്ല, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, രവീന്ദ്രൻ പറഞ്ഞു. അവർ യാത്ര പറഞ്ഞിറങ്ങി. ഉപനയനം ലളിതമായ ചടങ്ങായിരുന്നു. കമലയുടെ അച്ഛന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചടങ്ങ്. സദാനന്ദൻ വാക്കു പറഞ്ഞതനുസരിച്ച് തലേന്ന് രാത്രി തന്നെ എത്തിയിരുന്നു. ഉപനയന സദ്യ കഴിഞ്ഞാലുടൻ നാട്ടിലേക്ക് പുറപ്പെടാൻ അയാൾ ധൃതി കൂട്ടി. കമല തികച്ചും അസ്വസ്ഥയായിരുന്നു. മനസ്സിന് പർവ്വതത്തിന്റെ ഭാരം. ഉപനയനത്തിന് വന്നവരെല്ലാം ഒരേ ചോദ്യമാണ് ചോദിച്ചത്. കുട്ടികളൊന്നും ആയില്ലേ കമലയ്ക്ക് ഇതുവരെ? ഇല്ലെന്ന് പറഞ്ഞു തളർന്നു. ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ കാരണം കൂടി അറിയണം ചിലർക്ക്. പോകാനൊരുങ്ങിയപ്പോൾ അമ്മയോടും മറ്റും യാത്ര പറയാനായി അവൾ അകത്ത് ചെന്നു. അമ്മ ഗദ്ഗതത്തോടെ ചോദിച്ചു, ഇന്ന് തന്നെ പോകണം നിങ്ങൾക്ക്, അല്ലയോ? ഇനി എന്നു വരും നീ?
അതുവരെ കമല നിയന്ത്രിച്ചു വെച്ച കണ്ണീർ കണ്ണുകളിലൂടെ കുത്തിയൊഴുകി. അവൾ വിങ്ങി വിങ്ങി പറഞ്ഞു, ഞാൻ ഒന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ട്. അത് സംഭവിക്കാതെ ഇനി ഞാൻ ഇങ്ങോട്ടില്ലമ്മേ. ഇങ്ങോട്ടെന്നല്ല, തേക്കുംകാട്ടിൽ നിന്ന് ഞാൻ എങ്ങും പോവില്ല, സത്യം. അവൾ മനഃപൂർവ്വം സംഭരിച്ചു വെച്ച മനക്കരുത്ത് അലിഞ്ഞില്ലാതാവുകയായിരുന്നു. സംഗതി മനസ്സിലൊതുക്കിയ അമ്മ പറഞ്ഞു, ഞാൻ അതാണ് കുട്ടി നിന്നോട് പറഞ്ഞത്. കുറെ ദിവസം ഇവിടെ നിന്നിട്ട് പോകാൻ. നമുക്ക് നല്ല ഡോക്ടറെ കാണാം. ഞാൻ എന്ത് ചെയ്യാനാണമ്മേ? കൂടെ വന്നില്ലെങ്കിൽ ദേഷ്യമായിരിക്കും. മാത്രമല്ല അവിടെ ചെറിയമ്മയല്ലേ ഉള്ളൂ. അവരെ കൺമുന്നിൽ കാണുന്നത് പോലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലില്ലെങ്കിൽ പറ്റില്ല. എങ്കിൽ നീ ഭർത്താവിനോട് പറ, അവിടെ ഏതെങ്കിലും ഡോക്ടറെ ചെന്ന് കാണാമെന്ന്. അത് പറഞ്ഞാൽ കേൾക്കേയില്ല. വയസ്സായില്ലല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്ന്. ബിസിനസ് എന്ന വിചാരമല്ലാതെ വേറൊന്നില്ല. പെട്ടെന്ന് മുറിയിൽ കയറി വന്ന അച്ഛൻ കമല കരയുന്നത് കണ്ട് വിഷമിച്ചു നിന്നു. എന്തിനാ മോളെ കരയുന്നത്? അച്ഛൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം നിന്നെ കാണാൻ, അമ്മ അച്ഛനെ ഒരു വശത്ത് വിളിച്ചുകൊണ്ട് പോയി. എന്തൊക്കെയോ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അച്ഛന്റെ മുഖത്ത് മ്ലാനത പരന്നു. സദാനന്ദൻ അകത്ത് നോക്കി ധൃതി കാണിച്ചു. കണ്ണുകൾ തുടയ്ക്കവേ അവൾ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നു. അച്ഛൻ അടുത്തു വെച്ച് പതിവ് പോലെ അവളുടെ തല തഴുകിക്കൊണ്ട് പറഞ്ഞു, വിഷമിക്കരുത് കുട്ടി. ഏതിനും ഒരു സമയമുണ്ട്. സമയമാവുമ്പോൾ നടക്കാനുള്ളത് നടന്നിരിക്കും. അതിനുള്ള വഴി കാണുകയും ചെയ്യും. നമ്മളെക്കാൾ വലിയ ഒരു ശക്തിയുണ്ട്, അതിൽ വിശ്വസിക്കുക. ആ ശക്തി നേർവഴി കാണിച്ചു തരും. കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകരുത് കുട്ടി. അതുമാത്രം അച്ഛന് താങ്ങാൻ പറ്റില്ല. അച്ഛൻ തരുന്ന ഉപദേശത്തിന്റെ നുറുങ്ങുകൾ അവ തനിക്കെന്നും ശക്തി പകരുന്നവയാണ്. സാരിത്തുമ്പുകൊണ്ട് കണ്ണുകളും കവിൾത്തടങ്ങളും നല്ലതുപോലെ തുടച്ച് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. സദാനന്ദൻ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. അതുവരെ മിണ്ടാതെ നിന്ന അമ്മ സദാനന്ദനോടായി പറഞ്ഞു, കമലയുടെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വേണം മരിക്കാൻ എന്നാണ് എൻ്റെ ആഗ്രഹം. അയാൾ ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. കാറിൽ ഇരുന്ന ഉടനെ അയാൾ ബ്രീഫ് കേസ് തുറന്ന് അതിലെ കടലാസുകളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അവൾ ശാന്തസ്വരത്തിൽ പറഞ്ഞു, അമ്മമ്മ പറഞ്ഞത് കേട്ടോ? അയാൾ കടലാസുകളിൽ നിന്ന് കണ്ണെടുത്തില്ല. അമ്മ പറഞ്ഞതാ, ഇവിടെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം, 1-2 ആഴ്ച കഴിഞ്ഞ് പോയാൽ മതിയെന്ന്. വീണ്ടും വായന തന്നെ. അവൾ അല്പ കടുത്ത സ്വരത്തിൽ പറഞ്ഞു, ആളുകൾ എന്നെ മച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? കടലാസുകൾ മറിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, കുറച്ചു നേരത്തേക്ക് നീ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കുമോ? ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാര്യം കൊണ്ടുവരുന്നത്. ഇവിടെ ഇന്ന് തന്നെ തയ്യാറാക്കേണ്ട ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഈ മനുഷ്യനെ ഒരു കാര്യവും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ആ തലയ്ക്കകത്ത് നിറയെ ബിസിനസ്സും പണവും എന്ന ചിന്തയേ ഉള്ളൂ. ഇനി ഇക്കാര്യത്തെക്കുറിച്ച് ഭർത്താവിനോട് ഒരിക്കലും സംസാരിക്കില്ലെന്ന് അവൾ മനസ്സിലോർത്തു. പറഞ്ഞു മടുത്തു കഴിഞ്ഞു. ദിനചര്യ വീണ്ടും പഴയപടിയായി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ജീവിതത്തിന് യാതൊരു പുതുമയും നൽകാതെ മാസങ്ങൾ വർഷങ്ങളായി കഴിഞ്ഞ കാലത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. വീട്ടിൽ ആഹാരം തയ്യാറാക്കിയും ചെറിയമ്മയോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും വീട്ടിൽ എത്തുന്ന അതിഥികളെ സൽക്കരിച്ചും കമല സമയം തള്ളി നീക്കി. സദാനന്ദന്റെ ബിസിനസ് വളർന്നു വരികയാണ്. സമ്പാദ്യം ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്നു. ഒരു സന്തതി ഇതുവരെ ഉണ്ടായില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇത്ര ബന്ധപ്പെട്ട് സമ്പാദിക്കുന്നതെന്ന് കമല ഓർക്കാറുണ്ട്. തന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം 4 രഥോത്സവങ്ങൾ കഴിഞ്ഞുപോയി. വീതം വെച്ച് ഏട്ടന്മാർ പിരിഞ്ഞതിന് ശേഷം നടത്തിയ 2 രഥോത്സവങ്ങളും പഴയതിനേക്കാൾ ആർഭാടത്തോടെ നടത്താൻ സദാനന്ദൻ മുൻകൈയെടുത്തു. പഴയതുപോലെ ബന്ധുക്കൾ തേക്കുംകാട് മഠത്തിൽ വരികയും ഉത്സവത്തിൽ പങ്കെടുത്തു പോവുകയും ചെയ്തു. ഇപ്പോൾ 5ാമത്തെ രഥോത്സവം നടത്താനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. സേതുവേട്ടൻ ഒരാഴ്ച മുമ്പ് തന്നെ എത്തി. ഇക്കുറി ജയേട്ടത്തിയമ്മ വന്നില്ല. അവർ 2ാമത് ഗർഭം ധരിച്ചിരിക്കുന്നുവത്രേ. പൂർണ്ണ വിശ്രമം ഡോക്ടർ ഉപദേശിച്ചിരിക്കുന്നുവെന്ന് സേതുവേട്ടൻ പറഞ്ഞു. മൂത്ത 4 നാത്തൂന്മാരും മക്കളും മക്കളുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും ഒക്കെ നാളത്തെ രഥോത്സവത്തിൽ പങ്കുകൊള്ളാൻ എത്തിക്കഴിഞ്ഞു. അന്നത്തെ സംഭവത്തിന് ശേഷം സ്വർണ്ണപ്പല്ലുള്ള കൊച്ചച്ഛൻ തേക്കുംകാട് മഠത്തിൽ കയറിയിട്ടേയില്ല. ചെറിയമ്മ ചുറുചുറുക്കോടെ പാചകത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അവരുടെ സ്വത്ത് മുഴുവൻ കൈയടക്കി കഴിഞ്ഞതോടെ അവരോടുള്ള സ്പർദ്ധ എല്ലാവരും മറന്നതുപോലെയായി. അവരോട് ചെറിയ ലോഹ്യം കാണിക്കാൻ
ചോദിക്കാൻ അവരിപ്പോൾ മെനക്കെടാൻ തുടങ്ങി. സംഗതിയുടെ യഥാർത്ഥ വശം ചെറിയമ്മ മനസ്സിലാക്കിയിട്ടില്ല. തന്നെ തേക്കുംകാട്ടിലെ മക്കൾ അംഗീകരിക്കാൻ തുടങ്ങിയെന്ന് ധരിച്ച് സന്തോഷിക്കുകയാണവർ. സീമന്തിനിയെക്കുറിച്ച് ആരും പറയുകയാവട്ടെ അന്വേഷിക്കുകയാവട്ടെ ഉണ്ടാകുന്നില്ല. ഏതോ യാത്രാമധ്യേ കണ്ടുമുട്ടിയ വഴിയാത്രക്കാരി മറക്കപ്പെട്ടതുപോലെ അവളും മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നും മായ്ക്കപ്പെട്ടതുപോലെയായി. ചെറിയമ്മയും കമലയും മാത്രമേ അവളെക്കുറിച്ച് പരസ്പരം സംസാരിക്കാറുള്ളൂ. പൂമുഖത്തിരിക്കുന്ന ആണുങ്ങൾക്ക് വേണ്ടി ഒറ്റിലത്താലം ഒരുക്കുകയാണ് ചെറിയമ്മ. തരങ്ങ് കളഞ്ഞ അടയ്ക്ക ഭംഗിയായി നുറുക്കി വെക്കുകയാണവർ. അവരുടെ മുഖത്ത് വിഷമത്തിന്റെ നേർത്ത നിഴൽ പടർന്നിട്ടുണ്ട്. അവർ ദീർഘനിശ്വാസത്തോടെ കമലയോട് പറഞ്ഞു, "എന്റെ മകൾ മാത്രമില്ലല്ലോ കമലേ ഇതൊക്കെ കാണാൻ." അവൾ മൂളിയതേയുള്ളൂ. "എത്ര വയസ്സായി കാണും ഇപ്പോൾ അവളുടെ മോന്?" 3 ആകാറായി. 2 വർഷങ്ങൾക്ക് മുമ്പ് അനുജന്റെ ഉപനയനത്തിന് പോയപ്പോൾ അവളുടെ വീട്ടിൽ പോയതും അവളെ കണ്ടതുമൊന്നും ചെറിയമ്മയോട് പറഞ്ഞിട്ടില്ല. അറിയിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ മറ്റുള്ളവർ കേൾക്കെ അത് ഉറക്കെ പറയുമോ എന്ന് ഭയന്ന് വേണ്ടെന്ന് വെച്ചു. രഥോത്സവം കഴിഞ്ഞു. ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ നേരം വെളുത്തിരുന്നു. തേക്കുംകാട് മഠത്തിനു മുന്നിൽ കാറുകൾ നിരന്നു കിടന്നിരുന്നു. അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ ധൃതിയിൽ നടക്കുകയാണ്. സ്ത്രീകൾ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു. സദാനന്ദന്റെ ഒരമ്മായി പുഞ്ചിരിച്ചുകൊണ്ട് കമലയോടായി പറഞ്ഞു, "കമലെ, എന്താ നിന്റെ ഭാവം? സദാനന്ദന് ഒരു മകനെ പ്രസവിച്ചു കൊടുത്തില്ലല്ലോ നീ ഇതുവരെ." കാർമേഘക്കൂട്ടങ്ങൾ പാഞ്ഞു വന്ന് ചന്ദ്രനെ മറയ്ക്കുന്നത് പോലെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ദുഃഖം അവളുടെ മുഖത്ത് നിഴൽ വിരിച്ചു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ചെറിയമ്മയുടെ മുഖത്തും മ്ലാനത വ്യാപിക്കുന്നത് അവൾ കണ്ടു. അവളുടെ മുഖഭാവം കണ്ട് സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ അമ്മായി പറഞ്ഞു, "ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ ചെന്ന് കാണണം." കുനിഞ്ഞിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന വലിയേട്ടത്തിയമ്മ തലയുയർത്തി ഒരു വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു, "ഓ, ഡോക്ടറെ കണ്ടതുകൊണ്ടെന്താ പ്രയോജനം? ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഉണ്ടാകുമായിരുന്നു. പോരെങ്കിൽ കമല അല്പം തടിച്ചിട്ടുമുണ്ട്." വലിയേട്ടത്തിയമ്മയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ചു കയറി വിഷം പുരട്ടിയ അമ്പ് കണക്കി. പിന്നെ കുനിഞ്ഞിരുന്ന് വലിയേട്ടത്തിയമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു, "വിഷമിക്കണ്ട കമലേ, എന്റെ മക്കൾ നിനക്കും സദാനന്ദനും അവകാശപ്പെട്ടതാണെന്ന് കരുതിയാൽ മതി. തറവാട്ടിൽ ആർക്കും മക്കളില്ലാതെ പോയില്ലല്ലോ." അവരുടെ വാക്കുകളിൽ ആഹ്ലാദം നിറഞ്ഞു നിന്നിരുന്നു. ചെറിയമ്മ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവരെ നോക്കി. എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ കമല തീൻമേശയിൽ തല ചായ്ച്ച് പൊട്ടിക്കരഞ്ഞു. ചെറിയമ്മ അടുത്തു വന്നു നിന്നു. "എന്തിനാ കുട്ടി കരയുന്നത്? വലിയേട്ടത്തിയമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഇനി മക്കൾ ഉണ്ടാവില്ലെന്ന്." അവൾ ചെറിയമ്മയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞു. ചെറിയമ്മ പറഞ്ഞു, "നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടി, ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാതെ വെറുതെ കണ്ണീരൊഴുക്കിയാൽ മതിയോ?" അവൾ ദേഷ്യവും സങ്കടവും കലർന്ന ഭാവത്തിൽ ഇടർച്ചയോടെ പറഞ്ഞു, "ഞാൻ എന്ത് ചെയ്യണം ചെറിയമ്മേ? എത്ര നാളായി, എത്ര വർഷമായി ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്." അദ്ദേഹം കേൾക്കേയില്ല. ചെറിയമ്മയുടെ ഭാവം മാറി വന്നു. അവർ എന്തോ ആലോചിച്ചുകൊണ്ട് കനത്തതും ഉറച്ചതുമായ ശബ്ദത്തിൽ ചോദിച്ചു, "സദാനന്ദൻ ഉണ്ടോ ഉറക്കറയില്?" അവൾ ഉണ്ടെന്ന് തല കുലുക്കി. അവർ ധൃതിയിൽ അയാളുടെ മുറിയുടെ ഭാഗത്തേക്ക് കടന്നു. ചെറിയമ്മയുടെ ഭാവപ്പകർച്ച കണ്ട കമലയ്ക്ക് കടുത്ത ദുഃഖത്തോടൊപ്പം അവരിനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഭയവും മനസ്സിൽ പതഞ്ഞു പൊങ്ങി. അദ്ദേഹം ചെറിയമ്മയോട് സംസാരിക്കാറേയില്ല. അവൾ ധൃതിയിൽ അവരുടെ പിന്നാലെ നടന്നു. അടുത്ത ഭാഗം നാളെ.